അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനും സംസാരിക്കാൻ പോകുന്നത് ഫിൻലാൻഡിൻ്റെ കുറച്ച് സ്കാമിനെ പറ്റിയിട്ടാണ്. ഫിൻലാൻഡിൽ നടക്കുന്ന സ്കാമിനെ പറ്റിയിട്ടല്ല, ഫിൻലാൻഡിൻ്റെ പേരിൽ കേരളത്തിലെ ഏജൻസികൾ കാണിക്കുന്ന കുറച്ച് സ്കാമിനെ പറ്റിയിട്ടാണ്, അല്ലെങ്കിൽ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് രണ്ട് തരത്തിൽ തിരിക്കാം. ഈ സ്കാം തന്നെ മെയിൻ കാറ്റഗറി ആയിട്ട് രണ്ട് തരത്തിൽ തിരിക്കാം. ഒന്ന് സ്റ്റഡീസും ഒന്ന് ജോബും. അപ്പോൾ സ്റ്റഡീസിൻ്റെ പേരിൽ കുറേ പിള്ളേരെ പറ്റിക്കുന്ന ഏജൻസികളുണ്ട്, ജോബിൻ്റെ പേരിൽ കുറേ പിള്ളേരെ പറ്റിക്കുന്ന ഏജൻസികളുണ്ട്. ഇത് രണ്ടും ചെയ്യുന്ന ഏജൻസികളും കേരളത്തിൽ ഒരുപാടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് പേര് മെസ്സേജ് അയച്ചു. ഒരുപാട് പേര് മെസ്സേജ് ചേട്ടാ എനിക്കിങ്ങനെ ഫിൻലാൻഡിൻ്റെ ഒരു ജോബ് ഓഫർ തരാമെന്നൊരു ഏജൻസി പറഞ്ഞിട്ടുണ്ട്, ഇത്ര രൂപ കൊടുത്താൽ മതി, ഒരു ഓഫർ തരും, ഇതൊക്കെയാണ് ജോലി, ഇത്രയാണ് സാലറി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. അവർ ചോദിക്കുന്നുണ്ട് ചേട്ടാ ഇതൊക്കെ സത്യമായിരിക്കും, എങ്ങനെയാണ് എൻ്റെ വകുപ്പെന്നൊക്കെ. അപ്പോൾ ഞാൻ അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ എനിക്ക് വ്യക്തമാണ് അത് 100% തട്ടിപ്പ് തന്നെയാണെന്നുള്ളത് എനിക്ക് വ്യക്തമാണ്. അപ്പോൾ ഞാൻ വിചാരിക്കും ഇവരൊക്കെ എന്താ ഇത്രയും നിസ്സാര കാര്യങ്ങൾക്ക് പോലും മനസ്സിലാക്കാൻ പറ്റാത്തത്. അപ്പോൾ ഞാൻ കരുതി ചിലപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വരില്ല ഇത് സ്കാമാണെന്നും തട്ടിപ്പാണെന്നും. ചിലപ്പോൾ ഫിൻലാൻഡിൻ്റെ റൂൾസിനെ പറ്റിയിട്ടും അല്ലെങ്കിൽ ഇവിടുത്തെ സാഹചര്യത്തെ പറ്റിയെന്ന് അറിഞ്ഞുകൂടാത്തവരായിരിക്കാം. എങ്കിലും അത് ബേസിക്കായിട്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമാണ് അത് 100% കള്ളത്തരമാണെന്നുള്ളത്. അപ്പോൾ ഞാൻ കരുതി അങ്ങനെ എല്ലാം കൂടെ ചേർത്ത് ഒരു സ്കാമിനെ പറ്റിയിട്ടുള്ള സിംഗിൾ വീഡിയോ ചെയ്യാന്നുള്ളത്. അപ്പോൾ അതാണ് ഈ വീഡിയോ. ഇനി ഈ വീഡിയോ കാണുന്നവരടുത്ത് ഇത്രയെങ്കിലും കണ്ടെത്തിയവരടുത്ത് പറയാനുള്ളൊരു കേസെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇരിക്കുമല്ലോ നിങ്ങൾക്ക്, ഇവിടെ അടിച്ചടിച്ച് 10 സെക്കൻഡ് കഴിയുകയും വലിച്ച് നീട്ടി 20-ലും 10-ലും കൊണ്ടുവച്ചിട്ട് ചേട്ടാ ഇങ്ങനത്തെ ഒരു ഏജൻസി എനിക്കുണ്ടായിരുന്നെന്ന് പറഞ്ഞ് ഇനിയും സംശയങ്ങൾ ചോദിച്ച് വരരുത്. ഇത് ടൈം ഇൻവെസ്റ്റ് ചെയ്ത് സമയമുള്ളപ്പോൾ കണ്ടാൽ മതി. അല്ലെങ്കിൽ ഇത് മാറ്റി വെച്ചിട്ട് പിന്നെ എന്തെങ്കിലും ചെയ്തിട്ട് സമയമുള്ളപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ട് ഇരുന്ന് കാണാനായിട്ട് ശ്രമിക്കുക. എങ്ങനെയൊക്കെയാണ് തട്ടിപ്പിന് ഇരയാകാൻ നിങ്ങൾ സാധ്യതയുള്ളതെന്നും എങ്ങനെയൊക്കെയാണ് തട്ടിപ്പിന് രക്ഷപ്പെടാൻ സാധ്യതയുള്ളതെന്നൊക്കെ. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കുറച്ച് ഡിസ്ക്ലെയിമർ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്നാമതൊരു കാര്യം, ഈ വീഡിയോയിൽ പറയുന്ന പൂർണ്ണമായ കാര്യങ്ങളും എൻ്റെ വ്യക്തിപരമായ അറിവ് കൊണ്ടും അതുപോലെ ഞാൻ റിസർച്ച് ചെയ്ത് കണ്ടെത്തിയ സാധനങ്ങളുമാണ്. ഇതിൽ കുറച്ച് പറയുന്ന ഏജൻസിയുടെ സ്കാമൊക്കെ എനിക്ക് വ്യക്തിപരമായ അനുഭവങ്ങളും ഞാനവരെ വിളിച്ചിട്ട് മനസ്സിലായ കാര്യങ്ങളൊക്കെയാണ്, തട്ടിപ്പൊക്കെ ആണെന്നുള്ളത് അങ്ങനെയാണ്. പിന്നെ എന്ന് പറയുന്നത് ചിലപ്പോൾ ഞാനിതിൽ പറയാൻ പോകുന്ന എമൗണ്ടുകളോ ഡേറ്റോ ഒക്കെ തമ്മിൽ ചിലപ്പം ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും. കാരണം സ്ക്രിപ്റ്റ് എഴുതിയിട്ട് പറയുന്ന വീഡിയോസ് ഒന്നുമല്ല, ഞാനിത് ഒറ്റ സ്ട്രെച്ചിലെടുക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ അത് വരും. പിന്നെ ഒരു മെയിനായിട്ടുള്ള ഒരു ഡിസ്ക്ലൈമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിത് ഈ വീഡിയോയിൽ ചില ഏജൻസികളെ പറ്റി ചിലപ്പം അവരുടെ പേരുകൾ പരാമർശിക്കാൻ സാധ്യതയുണ്ട്, ചില ഏജൻസികളുടെ നെയിം. അപ്പം അത് തീർച്ചയായിട്ടും ആ ഏജൻസികളുടെ പേര് ഇപ്പം പ്രവർത്തിക്കാത്തതായിട്ടുള്ള ഏജൻസികളുടെ നെയിമുമായിട്ടോ സാമ്യമുണ്ടെന്നുണ്ടെങ്കിൽ തികച്ചും സാങ്കല്പികമാണെന്നൊക്കെയാണ് സിനിമയിൽ പറയുന്നത്. പക്ഷെ അങ്ങനെയൊന്നുമില്ല. ഇപ്പോഴും അതേ ഏജൻസികൾ നാട്ടിലിരുന്ന് പറ്റിക്കുന്നുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് കേൾക്കുക. പേര് ഞാൻ ഡയറക്റ്റ് പറയില്ല, പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്ന രീതിക്ക് ഞാനത് പറഞ്ഞിരിക്കും ഈ വീഡിയോയിൽ കേട്ടോ. അപ്പോൾ അത് ഡിസ്ക്ലൈമറിൽ നിങ്ങൾ മാറ്റണ്ട. ഇപ്പോഴും അവർ കുത്തിയിരുന്ന് അവിടെ നാട്ടിൽ പിള്ളേരെ പറ്റിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുത്തിയിരുന്ന് നിങ്ങൾ വീഡിയോ കാണാം, ഇല്ലെങ്കിൽ നിങ്ങളെയും പറ്റിച്ചുകൊണ്ട് പോകും. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ കാറ്റഗറി സ്റ്റഡീസാണ്. അപ്പോൾ ഞാൻ ഒന്നാമതിൽ ഞങ്ങളുടെ അടുത്തൊരു കാര്യം പറയേണ്ടത്, ഒരു സാധാരണ മലയാളി ശ്രദ്ധിച്ച് കേൾക്കാൻ, സാധാരണ മലയാളി ലോണൊക്കെ എടുത്ത് EMI ഒക്കെ എടുത്ത് അടുത്ത മാസം മുതൽ ഫിൻലാൻഡ് ഇവിടെ കയറി വരുന്ന സാഹചര്യത്തിൽ അടുത്ത മാസം മുതൽ ജോലി കിട്ടി EMI അടച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല ഫിൻലാൻഡിൽ. അത് ഒറ്റ സ്റ്റേറ്റ്മെൻറ്റായിട്ട് ഞാൻ പറഞ്ഞു വെക്കുകയാണ്. അപ്പോൾ അങ്ങനെ പറ്റുന്നവർക്കുള്ള ഒരു രാജ്യമല്ല ഫിൻലാൻഡിൽ നിലവിലത്തെ അവസ്ഥയിൽ. അപ്പോൾ നമുക്ക് ജെന്യൂനായിട്ട് എങ്ങനെയാണ് ഫിൻലാൻഡിലേക്ക് വരുന്നത്? ബാച്ചിലേഴ്സിനോ മാസ്റ്റേഴ്സിനോ ഒക്കെയാണ് സ്റ്റഡീസിന് സാധാരണ പിള്ളേർ വരാറ്. പിന്നെ PhD ഒക്കെ കിട്ടി കുറച്ച് പേര് വരാറുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു ഏജൻസി വഴി നിങ്ങൾ പ്രോസസ്സ് ചെയ്താലും നിങ്ങൾ സത്യസന്ധമായിട്ട് ഇവിടെ ഫിൻലാൻഡിൽ കാലുകുത്തി എന്നുള്ളതൊക്കെ സത്യമാണ്. പക്ഷേ പല പിള്ളേരും പല കേസിലും അവെയറല്ല. എന്തിലൊക്കെ അവെയറല്ല? ഒന്ന്, ഇവിടെ സ്റ്റേ ബാക്ക് എടുക്കുമ്പോൾ ഫണ്ട് കാണിക്കണം എന്നുള്ള കേസിൽ അവെയറല്ല. അവർക്കറിയാൻ പാടില്ല. ഏജൻസി അവരുടെ അടുത്ത് പറഞ്ഞാൽ ട്യൂഷൻ ഫീ അടച്ചു പോവുക, ഫസ്റ്റ് ഇയറിന് ട്യൂഷൻ ഫീ അടച്ചു പോവുക, രണ്ടാമത്തെ ഇയറിൻ്റെ ട്യൂഷൻ ഫീ ഇവിടെ ഒന്ന് പാർട്ട് ടൈം കിട്ടി നിങ്ങൾക്ക് അടയ്ക്കാം, പറ്റില്ല, വളരെ പാടാണ്, പറ്റില്ല. 3, നിങ്ങൾക്ക് സ്റ്റേ ബാക്ക് എടുക്കുന്ന സമയത്ത് ഫണ്ടൊന്നും കാണിക്കേണ്ട, ജസ്റ്റ് ചുമ്മാ ആപ്ലിക്കേഷൻ കൊടുത്താൽ മതി, ഇവരെ അടിച്ചു തരുമെന്നാണ്. അത് കള്ളത്തരമാണ്, അങ്ങനെയൊന്നുമില്ല. കൃത്യമായ ഫണ്ടുകൾ കാണിക്കണം. പിന്നെ കുറേ XYZ റൂൾ ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്, അതിനെ പറ്റിയിട്ട് ഡെഡിക്കേറ്റഡ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, ഐ ബട്ടണിൽ കൊടുത്തിരിക്കാം, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കാണാം. അപ്പോൾ അത് ഒരു തരത്തിലുള്ള തട്ടിപ്പാണ്. അപ്പോൾ എൻ്റെ വളരെ വിഷമകരമായ ചിന്തയാണ്, ഈ വരുന്ന പിള്ളേർക്ക് ജസ്റ്റ് ഗൂഗിൾ ഇല്ലാത്തവരാണ്. ഞാൻ വളരെ ഗ്രാമപ്രദേശത്ത് വരുന്നൊരു മനുഷ്യനാണ്, ട്രിവാൻഡ്രത്തിലെ. അപ്പോൾ എനിക്കൊരു ഇൻ്റർനെറ്റ് ആക്സസ് ഒക്കെ ഉണ്ട്, അവിടെ ജിയോ ഫൈബർ വരെ ഉണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ, എനിക്കറിഞ്ഞില്ല, ഇവിടെ ജസ്റ്റ് സ്റ്റേ ബാക്ക് ഉണ്ടോ എന്നൊക്കെ സെർച്ച് ചെയ്യാം, ഫണ്ട് കാണിക്കണം എന്നൊക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ അതുപോലും ഇല്ലാത്തവരാണ് ഇവിടെ വരുന്നത്. പലരും പറയുന്നുണ്ട് ചേട്ടാ ഫീസൊക്കെ അടച്ചു ചേട്ടാ, അത് ആ ടിക്കറ്റ് എടുത്തുകൊണ്ടിരിക്കുക, ഇപ്പോഴാണ് അറിയുന്നതെന്ന്. അപ്പോൾ അത് ആരുടെ മിസ്റ്റേക്കാണെന്ന് നിങ്ങൾ സ്വയം ചിന്തിക്കുക. അപ്പോൾ അങ്ങനെ കുറേ ഏജൻസികൾ പിള്ളേരെ പറഞ്ഞ് പറ്റിക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ വിളിക്കുന്നത് അതിനെയും സ്കാം എന്ന് തന്നെയാണ്, അതൊരു തട്ടിപ്പ് തന്നെയാണ് പിള്ളേരെ പറഞ്ഞ് പറ്റിക്കുന്നത് എന്നുള്ളത്. അതിനർത്ഥം നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ അടിച്ചുകൊണ്ട് പോയി എന്നുള്ളതല്ല. എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ അത് മാത്രമല്ല സ്കാമും തട്ടിപ്പും എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ ചിന്തിക്കുക. പിന്നെ
ഈ ബാച്ചിലേഴ്സിനും മാസ്റ്റേഴ്സിനും കയറ്റി വിടുന്ന പിള്ളേർ, ഇങ്ങനെ പറഞ്ഞ് പറ്റിച്ച് വിടുന്ന പിള്ളേരെ പിന്നെയും പോട്ടെന്നങ്ങ് വയ്ക്കാം. വേറൊരു കാറ്റഗറിയും കൂടെ ഇപ്പോൾ ട്രെൻഡിങ്ങിൽ വരുന്നുണ്ട്. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ, ഈ ബാച്ചിലേഴ്സിനും മാസ്റ്റേഴ്സിനൊക്കെ സ്കോളർഷിപ്പ് 16 ലക്ഷം രൂപയാണ് ഫീസ്. നിങ്ങളിപ്പോൾ അടച്ചു കഴിഞ്ഞാൽ 8 ലക്ഷം 6 ലക്ഷമൊക്കെ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് ഉണ്ടെന്നുള്ളത് പുതിയൊരു ട്രെൻഡിങ് ആണ്. ഇവിടുത്തെ യൂണിവേഴ്സിറ്റികളുടെയും ഏജൻസികളുടെയൊക്കെ ഒരു പുതിയൊരു ട്രെൻഡിങ് ആണ്. അത് ഫസ്റ്റ് ഇയർ ഫീസിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് 6 ലക്ഷം 8 ലക്ഷം കുറവ് കിട്ടുക. സെക്കൻഡ് ഇയർ ഫീയിൽ നിങ്ങൾ മുഴുവൻ തുക അടയ്ക്കേണ്ടതായിട്ട് വരും. ഫിൻലാൻഡിൻ്റെ നോർമൽ ട്യൂഷൻ ഫീ ഏതാണ്ട് അത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ പറയില്ലേ 2 തേങ്ങയ്ക്ക് വില കൂട്ടി വെച്ചിട്ട് 2 മേടിക്കുകയാണെങ്കിൽ ഇത്രയ്ക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ലോക്കൽ കേരളത്തിലുള്ള വേറും ലോക്കലായിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് ഗിമിക്സ് മാത്രമാണ് ആ ട്യൂഷൻ ഫീയുടെ സ്കോളർഷിപ്പ്. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, ചുമ്മാ പഠിച്ച് വീട്ടിൽ ചുമ്മാ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കും, ടി വിയും കണ്ടുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്ക് എന്ത് അടിസ്ഥാനത്തിലാണ് സ്കോളർഷിപ്പ് വരുന്നത്? ഞാനും ആ കാറ്റഗറിയാണ് കേട്ടോ. നേരത്തെ ഫീസ് അടച്ച് നിങ്ങൾക്ക് 6 ലക്ഷം രൂപ സ്കോളർഷിപ്പ് ലോകത്ത് ഏതെങ്കിലും യൂണിവേഴ്സിറ്റി തരുക? ചുമ്മാ വീട്ടിലിരിക്കണം. നിങ്ങൾക്ക് അക്കാഡമി എക്സലൻസിൻ്റെ XYZ സ്കോളർഷിപ്പുകൾ വേറെ ഉണ്ട്, പക്ഷേ അതൊക്കെ അച്ചീവ് ചെയ്യാനായിട്ട് വളരെയധികം പാടാണ്. അതൊക്കെ നമുക്ക് വേറെ വീഡിയോയിൽ സംസാരിച്ച് വിട്ട കേസുകളാണ്. എങ്കിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളൂ, അതും ഒരു തരത്തിലുള്ള തട്ടിപ്പാണ്. അത് നിങ്ങൾ എത്ര പേര് അവരാണ് സെക്കൻഡ് ഇയറിൽ ഫുൾ ഇയർ ഫീ അടയ്ക്കണം എന്നുള്ളത്? 6 ലക്ഷം സ്കോളർഷിപ്പ്, അടുത്ത വർഷം മുഴുവൻ ഫീ അടയ്ക്കണം. അപ്പോൾ അതും പിള്ളേർക്കൊന്നും അറിയാൻ പാടില്ല. അപ്പോൾ അതും ഒരു തരം തട്ടിപ്പാണ്. ഇതൊക്കെ വൃത്തിക്ക് വായിച്ച് നോക്കുക. ഏജൻസി പറയൊക്കെ വായുമ്പോഴെന്ന് കേട്ടോണ്ടിരിക്കില്ല. ഇനി അടുത്ത കേസ് എന്ന് പറയുന്നത്, ഈ ബാച്ചിലേഴ്സിനും മാസ്റ്റേഴ്സിനും പിള്ളേരെ കയറ്റി വിടുന്നത് പിന്നെയും പോട്ടെന്ന് വയ്ക്കാം. ഓക്കെ, ഇനി ഒരു ട്രെൻഡിങ് സാധനം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ PG ഡിപ്ലോമ, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ എന്നുള്ളതാണ് സാധനം. ഇതിപ്പോൾ എന്താണെന്നുള്ളത് ഡിപ്ലോമ നിങ്ങൾക്ക് അറിയാമല്ലോ, ഡിപ്ലോമ ഡിഗ്രി അല്ല ഡിപ്ലോമ. അതുപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ എന്ന് പറയുന്നത് ഒരു ഡിഗ്രി അല്ല, അത് മൊത്തത്തിൽ ഡിഗ്രി അല്ല. ഫിൻലാൻഡ് ഗവൺമെൻറ് മൈഗ്രിയൊക്കെ കൺസിഡർ ചെയ്യുന്നത് ഡിഗ്രി ആയിട്ടല്ല, മൊത്തത്തിൽ ഡിഗ്രി ആയിട്ടല്ല കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ട്രെൻഡിങ് ആണുള്ള കാരണം? ഫീ കുറവാണ്, കമ്പയർ ചെയ്യുമ്പോൾ ഫീ കുറവാണ്. 1 വർഷത്തെ കോഴ്സാണ്, അല്ലെങ്കിൽ 1.5 വർഷത്തേക്ക് PG ഡിപ്ലോമയാണ്. അപ്പോൾ എന്തിനാണ് ഇപ്പോൾ എനിക്കറിയില്ല കേട്ടോ പിള്ളേർ വരുന്നത്. പഠിച്ചിട്ട് പോകാനാണെങ്കിലും ഓക്കെ, PG ഡിപ്ലോമയ്ക്ക് വന്ന് ഫിൻലാൻഡ് കണ്ട് പഠിച്ചിട്ട് പോകാനുള്ളവർക്ക് ഓക്കെ. ഇവർ പറഞ്ഞു വിടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ PG ഡിപ്ലോമ എടുത്തു കഴിഞ്ഞാൽ സ്റ്റേ ബാക്ക് ഉണ്ടെന്നാണ്. മാസ്റ്റേഴ്സിനും ബാച്ചിലേഴ്സിനും ഉള്ളതുപോലെ PG ഡിപ്ലോമയ്ക്ക് സ്റ്റേ ബാക്ക് ഇല്ല. നേരത്തെ ഡിസ്കൗണ്ടിൽ പറഞ്ഞ പോലെ ഇത് പൂർണ്ണമായും എൻ്റെ അറിവിലും എൻ്റെ റിസർച്ചിൽ നിന്ന് മനസ്സിലാകുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഈ പറയുന്ന വീഡിയോ നിങ്ങൾ കാണുന്ന പോസ്റ്റ് ചെയ്യുന്ന ഡേറ്റിൽ ആസ് പെർ ആ ഒരു ഡേറ്റ് അനുസരിച്ചിട്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വാലിഡാണ്. PG ഡിപ്ലോമയ്ക്ക് സ്റ്റേ ബാക്ക് ഒന്നുമില്ല. അതിനർത്ഥം എത്ര കാലത്തേക്കാണോ നിങ്ങൾ വരുന്നത്, പിറ്റേ ദിവസം ആ ഒരു ദിവസം പോലും എക്സ്ട്രാ നിൽക്കാൻ പറ്റത്തില്ല, നിങ്ങൾ തിരിച്ചു പോകണം. സ്റ്റേ ബാക്കില്ല, പഠിച്ചിട്ട് തിരിച്ചു പോകണം. അപ്പം അങ്ങനെ വരുന്നവർക്കും ഓക്കെ. ഇനി ഇവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതറിയാവുന്ന പിള്ളേരുണ്ട്, കുറച്ച് പേർക്കൊക്കെ അറിയാം PG ഡിപ്ലോമയ്ക്ക് സ്റ്റേ ബാക്ക് ഇല്ല. അല്ലെങ്കിൽ ചില ഏജൻസിയൊക്കെ മനസ്സിലാക്കിയുമ്പോൾ അവർ പറയും കുഴപ്പമില്ലടാ, സ്റ്റേ ബാക്കൊക്കെ എന്തിന്, ഈ PG ഡിപ്ലോമയ്ക്ക് വരുന്ന സമയത്തിനായി നിങ്ങൾക്ക് പഠിച്ചിട്ട് ജോബ് ഓഫറിലോട്ട് കയറി റെസിഡൻറ്റ് പെർമിറ്റ് അങ്ങ് മാറ്റാമല്ലോ, പിന്നെ എന്തിന് നിങ്ങൾക്ക് സ്റ്റേ ബാക്കിൻ്റെ ആവശ്യം? നിസ്സാരം പോലെ ജോലി കിട്ടി അങ്ങ് മാറാമല്ലോ എന്നാണ്. ഫിൻലാൻഡിൻ്റെ ഇപ്പോഴത്തെ കേസിൽ അത് ഒരിക്കലും തിയറിറ്റിക്കലി പോസിബിളാണ്, പ്രാക്ടിക്കലി ഒരിക്കലും പോസിബിൾ അല്ല. അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കിക്കോളാം. ഇനി രണ്ടാമതൊരു കേസ് അവർ പറയുന്നത്, ഈ PG ഡിപ്ലോമയ്ക്ക് ഇവിടെ വന്ന് അത് തീരുന്നതിന് മുമ്പ് മാസ്റ്റേഴ്സിന് അഡ്മിഷൻ കിട്ടി നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് പഠിച്ചതിന് ശേഷം 2 ഇയർ സ്റ്റേ ബാക്ക് കിട്ടുമെന്നുള്ളതാണ്. അതും തിയറിറ്റിക്കലി പോസിബിളാണ്, പ്രാക്ടിക്കലി പോസിബിൾ അല്ല. മൂന്നാമതൊരു കേസ്, ഇതൊക്കെ കേൾക്കുമ്പോഴാണ് എനിക്ക് ഒരുമാതിരി തോന്നുന്നത്. അതായത് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്കിപ്പം ഒരു XYZ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഓഫർ ലെറ്റർ കിട്ടി, ആ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ കയറി നോക്കാനുള്ള മനസ്ഥിതി ഇല്ലാത്ത പിള്ളേരുണ്ടോ? നിങ്ങൾക്കൊരു ഓഫർ ലെറ്റർ കിട്ടി, ഇപ്പോൾ ABC കോളേജ് ഓഫ് ഫിൻലാൻഡ്, പേര് ഞാൻ പറയുന്നില്ല, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഓഫ് ഫിൻലാൻഡ്, നിങ്ങൾക്കൊരു ഓഫർ ലെറ്റർ കിട്ടി, അറ്റ്ലീസ്റ്റ് ആ യൂണിവേഴ്സിറ്റിയിലെ സൈറ്റിലൊന്ന് നിങ്ങൾ കയറി നോക്കൂ. എൻ്റെ സംശയമാണ്, ആ സൈറ്റിൽ വെണ്ടയ്ക്ക അക്ഷരത്തെ എഴുതി വെച്ചിട്ടുണ്ട്, PG ഡിപ്ലോമ ഇവിടെ നിന്ന് പഠിക്കുന്നത് കൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് മാസ്റ്റേഴ്സിന് അഡ്മിഷൻ ഇവിടെ കൺഫേം അല്ല. ഇവിടെ മാസ്റ്റേഴ്സിനും ബാച്ചിലേഴ്സിനും അഡ്മിഷൻ കിട്ടണമെങ്കിൽ സ്റ്റഡി ഇൻഫോ സിംഗിൾ പോർട്ടലാണ്, എങ്ങനെയാണ് അഡ്മിഷൻ കണ്ടുപിടിക്കേണ്ടതെന്നൊക്കെ വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഇവിടെ കൂടെ ഒരിക്കൽ കൂടെ ഈ ബട്ടണിൽ പിൻ ചെയ്യാം. അപ്പോൾ അങ്ങനെ കിട്ടുള്ളൂ. നിങ്ങളിപ്പം ABC എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PG ഡിപ്ലോമ പഠിച്ചു, ഓക്കെ, അതിനർത്ഥം അവിടെ മാസ്റ്റേഴ്സിന് അഡ്മിഷൻ കൺഫേം എന്നല്ല. ഏജൻസിയിൽ പറഞ്ഞു കൊടുത്ത് എങ്ങനെയാണ്? ജോലി കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ലടാ, സ്റ്റേ ബാക്ക് കിട്ടാനായിട്ട് അവിടെ നിന്ന് മാസ്റ്റേഴ്സ് എടുത്താൽ പോരെ. ഈ എങ്ങനെ എടുക്കാനാണ്? എൻ്റെ അറിവിൽ ഒരു യൂണിവേഴ്സിറ്റിയും PG ഡിപ്ലോമ ഉള്ളവർക്ക് മാസ്റ്റേഴ്സിന് കൺഫേം അല്ല. ഇനി മാസ്റ്റേഴ്സിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ബാച്ചിലേഴ്സാണ്, PG ഡിപ്ലോമ അല്ല. നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ഓൾറെഡി ഉള്ളതുകൊണ്ടായിരിക്കും PG ഡിപ്ലോമയ്ക്ക് ഏജൻസി തള്ളിക്കയറ്റിങ് വിടുന്നത്. ആ ബാച്ചിലേഴ്സിൻ്റെ ബേസിലാണ് മാസ്റ്റേഴ്സിന് അഭിഷേകം. അവിടെ PG ഡിപ്ലോമ സൈലൻ്റ് ആണ്, ഒരു റോളും ഇല്ല. അതും എങ്ങനെയാണ് അവർ പറഞ്ഞിട്ടുണ്ട്, മാസ്റ്റേഴ്സൊക്കെ എടുക്കണമെങ്കിൽ 2 വർഷം എടുക്കും. നിങ്ങൾക്കും PG ഡിപ്ലോമ എടുത്ത് 6 മാസം കൊണ്ട് മാസ്റ്റേഴ്സ് എടുക്കാം. അതിൻ്റെ ഹിഡൻ ഡീറ്റെയിൽസ് എങ്ങനെയാണ്? PG ഡിപ്ലോമ എടുത്തിരിക്കുന്ന ഒരു 60 ക്രെഡിറ്റ്സ് എന്ന് നമുക്ക് വെക്കാം. ഈ 60 ക്രെഡിറ്റ്സിൽ ഒരു പർട്ടിക്കുലർ ക്രെഡിറ്റ്സ് ഉണ്ട്, ഡിപ്പെൻഡ്സ് ഓൺ ദ സബ്ജക്റ്റ് ആൻഡ് യൂണിവേഴ്സിറ്റി.
ഒരു 30 ക്രെഡിറ്റ് നമുക്ക് അങ്ങോട്ട് മാസ്റ്റേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യാം. ടോട്ടൽ മിനിമം ഒരു മാസ്റ്റേഴ്സിന് 60 ക്രെഡിറ്റാണ്. അപ്പോൾ ഇനി ഒരു 30 ക്രെഡിറ്റ് നമ്മളൊരു 6 മാസത്തിൽ മീറ്റ് ചെയ്താൽ മാസ്റ്റേഴ്സിലേക്ക് മാറാൻ പറ്റും എന്നുള്ളതൊക്കെ തിയററ്റിക്കലി സത്യമാണ്. പക്ഷേ പ്രാക്ടിക്കലി നിങ്ങൾക്ക് മാസ്റ്റേഴ്സിന് അഡ്മിഷൻ കിട്ടാണ്ട് നിൽക്കാൻ പറ്റില്ല. അതുമല്ല, PG ഡിപ്ലോമയുടെ ഡ്യൂറേഷൻ നിങ്ങളുടെ RPയുടെ വാലിഡിറ്റി തീരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് മാസ്റ്റേഴ്സിന് അഡ്മിഷൻ കിട്ടി അതിന് പുതിയ ആപ്ലിക്കേഷൻ വെച്ചാലേ ഫിൻലാൻഡിൽ ലീഗലി കണ്ടിന്യൂ ചെയ്യാൻ പറ്റൂ, ഇല്ലെങ്കിൽ എക്സിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു സാഹചര്യം. അതുമല്ല, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ PG ഡിപ്ലോമയ്ക്ക് B പെർമിറ്റ് കിട്ടാനാണ് സാധ്യത. B എന്ന് വെച്ചാൽ ടെമ്പററി പെർമിറ്റാണ്. അത് ഒരിക്കലും തന്നെ നമുക്ക് ഫ്യൂച്ചർ നിൽക്കാൻ താല്പര്യമുള്ളവർക്കൊന്നും വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യില്ല. അതുമാത്രമല്ല, റൂളിലൊക്കെ ഒരുപാട് ചേഞ്ചസ് ഉണ്ട്. നിങ്ങൾക്കിപ്പോൾ എൻ്റെ വേറെ വീഡിയോസ് നോക്കിയാൽ കാണും. അപ്പോൾ ഇത് ഒരു തരത്തിലുള്ള തട്ടിപ്പുകളാണ്. ഈ തട്ടിപ്പുകൾ ഇരയാവണമെടുത്ത് എനിക്ക് യാതൊരു തരത്തിലും ഒരു സങ്കടവുമില്ല. കാരണം ജസ്റ്റ് നെറ്റിൽ പോലും നോക്കാൻ അറിഞ്ഞിടാത്തവർ ഈ തട്ടിപ്പിച്ചെന്ന് വീഴുന്നത്. ഇപ്പോൾ എന്ത് പറയാൻ, എനിക്കറിയില്ല, അതിനെപ്പറ്റി സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. കാരണം പുതിയൊരു രാജ്യത്ത് പഠിക്കാൻ പോകുന്ന പിള്ളേർ കിട്ടിയ ഓഫറിനെ പറ്റി യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ പോലും നോക്കാൻ താല്പര്യമില്ലാത്ത പിള്ളേർ എന്താണ് എൻ്റെ പരിപാടി എനിക്ക് മനസ്സിലാവുന്നില്ല. അതിനെപ്പറ്റി എനിക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല. എനിക്ക് ഇത്രയും AI-യും ഇൻ്റർനെറ്റും ഒക്കെ വന്ന് ലോകം മൊത്തം കത്തി നിൽക്കുമ്പോൾ ജസ്റ്റ് എല്ലാ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിലും വെണ്ടയ്ക്ക അക്ഷരത്തിൽ കാണും. നിങ്ങൾക്കറിയാമല്ലോ, ഒരു പ്രോഡക്റ്റിൽ ഒരു സാധനം ഹാനികരമാണെങ്കിൽ പ്രോഡക്റ്റിൻ്റെ താഴെ കുനാന്ന് എഴുതി വെച്ചിരിക്കുകയുള്ളൂ, കാണാൻ പറ്റത്തില്ല. അതുപോലെ വെബ്സൈറ്റിൽ എവിടെയെങ്കിലും കാണും. ഏത് വെബ്സൈറ്റിൽ കയറിയാലും ഇപ്പോൾ PC യിലാണ് കയറണമെങ്കിൽ Ctrl+F അടിച്ചിട്ട് ഫൈൻഡ് ചെയ്യാം. ഇപ്പോൾ ഫോണിലാണെന്നുണ്ടെങ്കിലും ഒരു ബട്ടൺ കാണും, അത് കൊടുത്തിരിക്കുക എവിടെയെങ്കിലും കേട്ടോ. അപ്പോൾ അത് വെച്ച് നിങ്ങൾക്ക് തന്നെ നോക്കാവുന്നേ ഉള്ളൂ. അതിന് ഒരു ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇടുന്ന എന്നെപ്പോലുള്ള മനുഷ്യന്മാരെയോ യൂട്യൂബിൽ പോയി സെർച്ച് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് തന്നെ നോക്കാവുന്ന കേസാണത്. മനസ്സിലായി? ഫസ്റ്റ് ഓഫ് ഓൾ, ഏജൻസി വഴി പ്രോസസ്സ് ചെയ്യുന്ന ഒരു ആപ്ലിക്കൻറ്റും പിള്ളേരെയൊക്കെ എനിക്കറിയില്ല. നിങ്ങൾക്ക് നിസ്സാരം പോലെ ചെയ്യേണ്ട സാധനങ്ങളൊക്കെയാണ്. അതും ആയിക്കോട്ടെ. അങ്ങനെ അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അത് വളരെയധികം തട്ടിപ്പാണ്. നിങ്ങളെ വെറും മണ്ടന്മാരാക്കുന്ന തട്ടിപ്പാണ് PG ഡിപ്ലോമയുടെ കേസ്. അത് അറിഞ്ഞിട്ട് വരുന്നവരാണെങ്കിൽ ഓക്കെ, നമുക്കൊരു റിസ്ക് എടുക്കാം, ഇപ്പോൾ കിട്ടുമെന്നും പറഞ്ഞ് വരുന്നവരാണെങ്കിൽ ഓക്കെ. ഇനി ഇപ്പോൾ സ്റ്റഡീസിൻ്റെ കേസിൽ നമ്മളങ്ങ് മാറ്റി വെക്കുകയാണ്. ഇനി ഇതിനകത്ത് തന്നെ XYZ കാറ്റഗറി ഉണ്ട് കേട്ടോ. പൈസയൊക്കെ മേടിച്ചിട്ട് ചെയ്യുന്നവർ. ഫിൻലാൻഡിന് വേണ്ടിയിട്ട് 2-3 ലക്ഷം രൂപ സർവീസ് മേടിച്ച് ചെയ്യുന്ന ഏജൻസികളുണ്ട്, ഓഫർ ലെറ്റർ തരാമെന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അത് മൊത്തത്തിൽ തട്ടിപ്പ്, അത് മാറ്റിവിടും. അടുത്ത മെയിൻ കാറ്റഗറിയാണ് ഈ ജോബ്. ഞാൻ നിങ്ങളോട് ഈ വീഡിയോ കാണുന്ന നിങ്ങളോട് തുടക്കത്തിലൊരു കാര്യം പറയാം. ഞാനും കുറേ കാലം ഫിൻലാൻഡ് ഡ്രീം കൺട്രി എന്ന് പറഞ്ഞ് തപ്പി നടന്നൊരു മനുഷ്യനാണ്. ഒരു 2 ലക്ഷം രൂപ കൊടുത്താൽ 3 ലക്ഷം രൂപയുടെയും 4 ലക്ഷം രൂപയുടെയും സാലറി ഉള്ളൊരു ജോലി ഫിൻലാൻഡിൽ കിട്ടുമെങ്കിൽ ആദ്യം എടുക്കുന്ന വ്യക്തി ഞാനായിരുന്നേനെ. ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ വരുന്ന ഞാനടക്കമുള്ള സ്റ്റുഡൻസ് ഓരോ വർഷവും ട്യൂഷൻ ഫീ ഇനത്തിൽ വലിയൊരു തുക പൊട്ടിക്കുന്നുണ്ട്, ലിവിങ് എക്സ്പെൻസസിൽ വലിയൊരു തുക പൊട്ടിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ പകുതിയാണ് ഈ ഏജൻസിക്കാർ ചോദിക്കുന്ന സർവീസ് ഫീ ജോലിക്ക് വേണ്ടിയിട്ട്. അതും 2000 യൂറോ, 3000 യൂറോ, 4000 യൂറോ സാലറി. അപ്പോൾ നിങ്ങൾ കോമൺ സെൻസ് ഉപയോഗിച്ച് ചിന്തിച്ച് നോക്കുക, അങ്ങനൊരു വകുപ്പുണ്ടായിരുന്നെങ്കിൽ ഇവിടെ സ്റ്റുഡൻസ് വരുമോ? ടു ബി ഫ്രാങ്ക്, ഞാനടക്കമുള്ള സ്റ്റുഡൻസ്, ഞാൻ എൻ്റെ കാര്യം പറയാം, പഠിച്ച് അതിൽ നോളജ് ഗെയിൻ ചെയ്ത് ഭയങ്കര സംഭവമാവാനല്ല ഫിൻലാൻഡിലേക്ക് പഠിക്കാൻ വേണ്ടി ഞാൻ വന്നത്. ഇപ്പം മെജോറിറ്റി പേരും അങ്ങനെ ആയിരിക്കും. എനിക്ക് നോളജ് ഗെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ന് പല ടോപ്പ് യൂണിവേഴ്സിറ്റികളുടെ സർട്ടിഫിക്കറ്റ് എനിക്ക് ഓൺലൈനിൽ വീട്ടിൽ ഇരുന്ന് എടുക്കാം. അതിന് രാജ്യത്തോറും ഞാൻ ചാടി നടക്കേണ്ട കാര്യമില്ല. മനസ്സിലായോ? നിങ്ങളുടെ ഉദ്ദേശം അത് തന്നെയായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ബേസിക് കോമൺ സെൻസ് മനസ്സിലാക്കുക. അങ്ങനൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ആരും ഇവിടെ പഠിക്കാൻ വരില്ലായിരുന്നു. ഇനി മെയിൻ കാര്യത്തിലേക്ക് നമുക്ക് കിടക്കാം. ഇപ്പോൾ പലരും എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര തമാശ. എനിക്കിത് കേൾക്കുമ്പോൾ വളരെ തമാശയും ചിലതൊക്കെ എനിക്ക് ഭയങ്കര വിഷമമായിട്ടൊക്കെ തോന്നും. ചേട്ടാ, ഒരു കേസ് ഞാൻ തുടങ്ങാം, സിമ്പിൾ കേസിൽ നിന്ന് തുടങ്ങാം. ചേട്ടാ, ഫ്രീലാൻസായിട്ടൊരു പുള്ളിയുണ്ട്. ഫ്രീലാൻസാണ് പുള്ളി. അപ്പോൾ പുള്ളി ഇങ്ങനെ കയറ്റി വിടുന്നുണ്ട്. 10-30 പേരെയൊക്കെയാണ് പുള്ളി ഒരു ദിവസം ഒരു ബാച്ചിൽ കയറ്റി വിടുന്നത്. 30 പേരെയാണ് പുള്ളി ഒരു ബാച്ചിൽ കയറ്റി വിടുന്നത്, ഫ്രീലാൻസുകാരെ. ആദ്യമേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എനിക്കറിയായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഇതുമായിട്ട് ഒരു അവെയർ അല്ലാത്തൊരു മനുഷ്യനായിരിക്കും, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി അറിയില്ലായിരിക്കും. ഒന്നാമത്തൊരു കേസ്, ഈ ഫ്രീലാൻസ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഇല്ലീഗലാണ്. ഫ്രീലാൻസ് എന്ന് പറയുന്ന ഒരു വാക്കിൻ്റെ പേർത്ത് ഇന്ത്യക്ക് പുറത്തോട്ട് ഒരുത്തനും റിക്രൂട്ട് ചെയ്യാനുള്ള റൈറ്റ്സ് ഇല്ല. മനസ്സിലായോ? അതിനൊരു XYZ സർട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ലീഗൽ സൈഡ്, ഞാൻ അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ പോലും ജെനുവിൻ ആണെന്നില്ല കേട്ടോ. അടുത്ത കേസ്, ഏതെങ്കിലും മെട്രോ പില്ലറിൻ്റെ അടിയിൽ കുന്നംകുളത്തിരുന്നുണ്ട് ആരെങ്കിലുമൊക്കെ കയറ്റി വിടുന്നുണ്ടെന്ന് പറയുന്നത് തട്ടിപ്പാണ്. അവർക്ക് 3 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ 2000 യൂറോയുടെ സാലറി ഉള്ള പരിപാടി. 30 പേരെയൊന്നും ഇവിടെ വർക്കായിട്ട് കൊണ്ടുവരുന്ന ഒന്നുമില്ല. അതും കമ്പനി ജോലിക്കൊക്കെ. അത്
വെറും തട്ടിപ്പാണ് 30 പേരൊക്കെ. ഇനിയിപ്പം അവൻ്റെ മാമൻ്റെ കൊച്ചാപ്പയുടെ ആരെങ്കിലൊക്കെ ബന്ധു ഇവിടെ ഉണ്ട്, അവനൊരു ഓഫർ മേടിച്ച് തരാം, ഒറ്റ പോസ്റ്റേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ പിന്നെയും നമുക്കൊന്ന് പറ്റിക്കപ്പെടാം, പിന്നെയും പൊട്ടെന്ന് വയ്ക്കാം. 30 പേരെയൊക്കെ ബൾക്കായിട്ട് കയറ്റിവിടുന്ന പരിപാടിയില്ല. അതുമല്ല, അടുത്ത കേസ്, ഫിൻലാൻഡിൽ വിസിറ്റ് വിസയ്ക്ക് വന്നിട്ട് ദുബായ് പോലെ ജോബ് കണ്ടുപിടിക്കാനോ ജോബ് വിസയിലേക്ക് മാറാനോ പറ്റില്ല, ലീഗലി പറ്റില്ല. അപ്പോൾ അവർ പറയുന്ന കുറച്ച് കാറ്റഗറി, നമ്മളുടെ ഒരാളും കൂടെ നിങ്ങളുടെ കൂടെ വരും, നമ്മളൊരു 30 പേര് ബാച്ചിൽ ഫിൻലാൻഡിലോട്ട് പോകും, നമ്മുടെ ഒരാളും കൂടെ നിങ്ങളുടെ കൂടെ വരും, വന്നതിന് ശേഷം ഒരു 10-15 ദിവസത്തിനുള്ളിൽ അതേ കമ്പനിയിൽ തന്നെ നമ്മൾ നിങ്ങൾക്ക് ജോബ് വിസ മാറ്റിത്തരും. കമ്പനിയുടെ ഇൻവിറ്റേഷൻ കൂടെ ആയിരിക്കും നമ്മൾ ഫിൻലാൻഡിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഇത്രയും പച്ചക്കള്ളം ഞാൻ കേട്ടിട്ടില്ല ജോബ് തട്ടിപ്പിൻ്റെ കേസിൽ. ആ പറ്റിക്കായിരിക്കണവൻ ലോകപൊട്ടൻ. നമുക്ക് പറ്റിക്കുമ്പോൾ ഒരു മാന്യതയൊക്കെ വേണ്ടി. ഇനി ഇത് ഞാൻ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറഞ്ഞുതരാം, ഇതിനെപ്പറ്റി നിങ്ങൾ അറിയണം. ഇപ്പം ABCDP ഇത്രയും കുറച്ച് കാറ്റഗറീസ് ഉണ്ട് മെയിനായിട്ട് ഫിൻലാൻഡിൽ. എന്താണെന്ന് പറഞ്ഞുതരാം. നമ്മളൊരു സാഹചര്യത്തിൽ ഫിൻലാൻഡിന് പുറത്ത് നിന്നൊരു വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പം, അതായത് റെസിഡൻസ് പെർമിറ്റിന് അപ്ലൈ ചെയ്യുന്ന സാഹചര്യത്തിൽ, ഞാൻ എല്ലാവിടെയും പറഞ്ഞ് മടുത്ത കേസാണ്, 90 ദിവസത്തിൽ കൂടുതൽ നിൽക്കാൻ സാധ്യതയുള്ള ഏതൊരു കാറ്റഗറിയും, ലീഗൽ ജെന്യൂനായിട്ടുള്ള കാറ്റഗറിയും ഫിൻലാൻഡിലേക്ക് വരികയാണെങ്കിൽ അവർ റെസിഡൻസ് പെർമിറ്റാണ് ഇഷ്യൂ ചെയ്യുന്നത്. ടെമ്പററി ആയിട്ടാണെങ്കിൽ B പെർമിറ്റ് ഇഷ്യൂ ചെയ്യും, കണ്ടിന്യൂസ് ആണെങ്കിൽ A പെർമിറ്റ് ഇഷ്യൂ ചെയ്യും. ഓക്കെ, അപ്പോൾ Aയും B നിങ്ങൾക്ക് പിടികിട്ടി, അത് റെസിഡൻസ് പെർമിറ്റാണ്. പക്ഷേ അയാൾ ആപ്ലിക്കേഷനിൽ എലിജിബിൾ ആയിരിക്കണം റെസിഡൻസ് പെർമിറ്റ് കിട്ടാൻ. ഫോർ എക്സാമ്പിൾ സ്റ്റഡീസിന് വരുന്ന ഒരു സ്പൗസ്, PhD, അങ്ങനെ ബ്ലാ 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 കാറ്റഗറീസ്. ഓക്കെ, അപ്പോൾ അവർ റെസിഡൻസ് പെർമിറ്റിന് എലിജിബിൾ ആണ്. Aയോ Bയോ ആണ് റെസിഡൻസ് പെർമിറ്റ്. ഫസ്റ്റ് ഒന്നും P കിട്ടില്ലല്ലോ, ഇവിടെ ഒന്ന് കുറേ കാലം കഴിയണം. അപ്പോൾ P എന്ന് പറയുന്നത് പെർമനൻറ്റ് റെസിഡൻസ് പെർമിറ്റാണ്, അതിന് മാറ്റി വിടും. അപ്പോൾ Aയും Bയും കിട്ടി. അപ്പോൾ ഈ ഒരു റെസിഡൻസ് പെർമിറ്റിന് എലിജിബിളായിട്ട് നാട്ടിൽ നിന്ന് വരാൻ നിൽക്കുന്ന കുറച്ച് പേര് ചിലപ്പോൾ ഈ ആപ്ലിക്കേഷൻസ് 2-3 മാസത്തെ ഡിലേ വരാറുണ്ട്. പക്ഷേ എനിക്ക് പെട്ടെന്ന് പോയേ പറ്റുള്ളൂ, ചിലപ്പോൾ ക്ലാസ് തുടങ്ങാം, അല്ലെങ്കിൽ ജോലി എന്തെങ്കിലും എനിക്ക് പെട്ടെന്ന് പോകണം. അങ്ങനെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ് D വിസ. ABCD, നാലാമത്തെ സാധനം D വിസ. അത് 90 ഡേയ്സിൻ്റെ വാലിഡിറ്റിയാണ് D വിസ. ക്ലിയർ? അപ്പോൾ D വിസ നമുക്കങ്ങനെ ഒരു വിസിറ്റ് വിസയാണെന്നും ഷെങ്കൻ വിസയാണെന്നും പറഞ്ഞ് അങ്ങ് വിടാൻ പറ്റില്ല. അത് ഈ ഒരു കാറ്റഗറിക്കുള്ളൊരു സാധനമാണ് D വിസ. ഓക്കെ, ഇനി ഇടയിലൊരു സാധനമുണ്ട്, Aയും പറഞ്ഞു, Bയും പറഞ്ഞു, Dയും പറഞ്ഞു, Pയും പറഞ്ഞു, C ഉണ്ട്. ഈ C എന്ന് പറയുന്നത് നമുക്കറിയാലോ ഷെങ്കൻ വിസയാണ്, അതായത് ടൂറിസ്റ്റ് വിസ. ടൂറിസ്റ്റ് വിസയ്ക്ക് വരുന്നവർക്ക് എന്താ, ആ വഴിക്ക് തന്നെ ഉണ്ട്, പോയി എത്തി നോക്കി കണ്ടിട്ട് തിരിച്ചു പോവുക, വേറെ ഒരു പരിപാടി നടക്കില്ല. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനോ ജോബ് ഓഫർ കിട്ടിക്കാൻ ഒരു പരിപാടി നടക്കില്ല, തിരിച്ചു പോവുക. അതാണ് ടൂറിസ്റ്റ് വിസ, C എന്ന് പറയും. മനസ്സിലായോ? ഷെങ്കൻ 29 കൺട്രി ഉണ്ട്. നിങ്ങൾ ഫസ്റ്റ് ഏത് കൺട്രിയിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് അതനുസരിച്ച് വെച്ചിട്ട് അവിടുത്തെ കാറ്റഗറിയും കാര്യങ്ങളൊക്കെ മാറും. ഫിൻലാൻഡിൻ്റെ കേസിൽ എൻ്റെ അറിവിൽ അത് C വിസയാണ്, അതായത് ഷെങ്കൻ വിസയാണ്, വെറും വിസിറ്റിന് വരുന്നവർക്ക്. വ്യക്തമായില്ലേ? അപ്പോൾ ഇതാണ്. ഇനിയിപ്പം ഫാമിലി ടൈസിൽ ഇവിടെ ഓൾറെഡി PR ഒക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ഫാമിലി ടൈസിൽ അവർ വരുമ്പോൾ ചിലപ്പോൾ അവർക്ക് D വിസ ആയിരിക്കും C വിസയ്ക്ക് പകരം, ഈവൻ വിസിറ്റ് ആണെങ്കിൽ പോലും കേട്ടോ. അങ്ങനെ കുറച്ചെന്തോ കേസിൽ വരാറുണ്ട്, അത് വിട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഈ വിസിറ്റ് വിസയിൽ വന്നിട്ട് എനിക്ക് തോന്നുന്നു ഷെങ്കനിലൊന്നല്ല, എൻ്റെ ഒരു യൂറോപ്യൻ കൺട്രികളിൽ 2-3 കൺട്രികൾ പേര് ഞാൻ ഓർക്കുന്നത്, അവർക്ക് മാത്രമേ വിസിറ്റ് വിസയിൽ പോയിട്ട് ജോബിലേക്ക് മാറാൻ പറ്റുന്ന സാഹചര്യം സാധ്യത പോലും ഉള്ളൂ. ഇത് ഫിൻലാൻഡ് വിസ ഒന്നും പോലുള്ളല്ല. ഇനി അത് ലീഗലി പോസിബിൾ ആണെന്ന് തന്നെ ഇരിക്കട്ടെ, നിലവിലത്തെ ജോബ് മാർക്കറ്റ് വെച്ചിട്ട് 110% അത് പോസിബിൾ അല്ല. വ്യക്തമായില്ലേ? അപ്പോൾ ജോബിൻ്റെ കേസിൽ അത് നിങ്ങൾക്ക് മനസ്സിലായി, ഫ്രീലാൻസിൻ്റെ കുന്നംകുളം തട്ടിപ്പൊക്കെ നിങ്ങൾക്ക് പിടികിട്ടി. ഇനി ഈ സ്കാമിനെ ഞാൻ തന്നെ വിളിക്കുന്ന കുറച്ച് കാറ്റഗറീസ് ഉണ്ട്, ഒരു 3 കാറ്റഗറീസ്. ഒന്ന്, 100% സ്കാം എന്ന വാക്കിനോട് നീതി പുലർത്തുന്ന സ്കാമുകളുണ്ട്. നിങ്ങളുടെ പൈസ 100% പോയി, ചിന്തിക്കേണ്ട, പോയി. 2 വെച്ച് കഴിഞ്ഞാൽ വളരെ ബുദ്ധിപരമായ ജീനിയസുകളായിരിക്കും അവിടെ നിങ്ങളെ പറ്റിക്കുന്നത്, വളരെ ബുദ്ധിപരമായിരിക്കും. ഞാൻ അതിനെപ്പറ്റി സംസാരിക്കാം. 3ാമത്തത് ജെന്യൂൻ കേസ് കേട്ടോ. സ്കാം എന്നൊക്കെ മാറി ജെന്യൂൻ കേസിനെ പറ്റി ഞാൻ അവസാനം സംസാരിക്കുന്നുണ്ട്, എങ്ങനെയൊക്കെ ഇവിടെ പരിപാടിയാണ്. അപ്പോൾ ജെന്യൂൻ സ്കാം എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ മനസ്സിലാക്കുക, ചിലർ എന്നെ വിളിച്ചിട്ട് പറയാറുണ്ട്, ബ്രോ എന്താണ് ബ്രോ പറയുന്നത്, എൻ്റെ ഫ്രണ്ട്സിനൊക്കെ VFSൻ്റെ ഒക്കെ ഡേറ്റ് കിട്ടിയല്ലോ, അപ്പോൾ പിന്നെ എങ്ങനെ അത് പറ്റിക്കാൻ പറ്റുക? നിങ്ങൾ മനസ്സിലാക്കുക, VFSൻ്റെ ഡേറ്റ് ആർക്കും എടുക്കാം, വിസ ആപ്ലിക്കേഷൻ പോലും വേണ്ട. എനിക്ക് തോന്നുന്നു 5000, 5500, 6000 രൂപയ്ക്കകത്താണ് VFSൻ്റെ ഡേറ്റ് ആർക്കും എടുക്കാം. അതിന് വിസ ആപ്ലിക്കേഷൻ വേണമെന്നോ ഒന്നും വേണ്ട. അപ്പം ഏജൻസിയിൽ ചോദിക്കണമെന്നാണ്, ബ്രോ ഫസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് തരണം, അതിന് 1 ലക്ഷം, VFSൻ്റെ ഡേറ്റ് എടുക്കാൻ അടുത്ത 1 ലക്ഷം, വിസ വരുമ്പം അടുത്ത 1 ലക്ഷം, ജോബ് ഓഫർ വരുമ്പോൾ അങ്ങനെയാണ് ഓരോ ലക്ഷത്തിൻ്റെ കണക്കുകളാണ് അവർ പറയുന്നത്. VFSൻ്റെ ഡേറ്റ് എടുത്തത് കൊണ്ട് ജെന്യൂൻ അല്ല ഒരു ഏജൻസി. 2ാമതൊരു കേസ്, ഇങ്ങനെ 30 പേരെ 40 പേരെ റിക്രൂട്ട് ചെയ്യാൻ പറ്റില്ല, നടപടി ആവില്ല.
മനസ്സിലായോ? അത് തട്ടിപ്പുകളാണ്. നാലാമത്തെ ഒരു കേസ് എന്ന് പറയുന്നത് ഈ VFSൻ്റെ ഡേറ്റ് പോലെ തന്നെയാണ് അടുത്ത് പറയുന്ന ഓഫർ ലെറ്റർ. നമ്മുടെ ടെക്നോളജിയൊക്കെ ഭയങ്കരമായിട്ട് വളർന്നു. നിങ്ങൾക്ക് ആപ്പിളിൻ്റെ ഓഫർ ലെറ്റർ വേണോ? 10 മിനിറ്റിൽ കിട്ടും. ഗൂഗിളിൻ്റെ വേണോ? 5 മിനിറ്റിൽ കിട്ടും. അതുകൊണ്ട് തന്നെ ഒരു ഓഫർ ലെറ്റർ നിങ്ങളുടെ പേരിൽ അടിച്ചു വന്നതുകൊണ്ട് എങ്ങനെയാണത്, എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ ലക്ഷങ്ങൾ കൊണ്ട് കൊടുക്കുന്നത്? തട്ടിപ്പാണ്. അത് നടപടിയാവില്ല. ഫിൻലാൻഡിലെ ഫിന്നിഷ് എംപ്ലോയർ എന്നതുകൊണ്ട് ഫിന്നിഷ് സിറ്റിസൺ എന്ന് പറയാൻ പറ്റില്ല, നേറ്റീവ് ഫിന്നിഷുകാരനായ ഒരു എംപ്ലോയർ എന്നല്ല അതിനർത്ഥം. ഫിൻലാൻഡിൽ കമ്പനിയുള്ള ആരും ഒരു ഫിന്നിഷ് എംപ്ലോയറായിട്ട് മാറും ലീഗലി രജിസ്റ്റർ ആയി കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാവരും അടിപൊളിയാണെന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. ഫിൻലാൻഡ് അടിപൊളിയായതുകൊണ്ട് തട്ടിപ്പില്ല അങ്ങനെയൊക്കെ. മനസ്സിലായോ? ഒരു ഫിന്നിഷ് എംപ്ലോയറും, ജെനുവിനായിട്ടുള്ള ഫിന്നിഷ് എംപ്ലോയറും ഇതുപോലെ കുന്നംകുളം ഏജൻസികളായിട്ട് ടൈപ്പ് ചെയ്യൂല. ഒരു മനുഷ്യന്മാർ ഇവിടുത്തെ ജോബ് മാർക്കറ്റൊന്നും പ്രവർത്തിക്കുന്ന അൽഗോരിതം ഇതൊന്നും അല്ല. മനസ്സിലായോ? അതിലും എക്സെപ്ഷണൽ കേസുകളുണ്ട്, അത് ഞാൻ അവസാനം പറയാം. അപ്പോൾ അതുകൊണ്ട് ഒരു ഓഫർ ലെറ്റർ കിട്ടിയതുകൊണ്ട് ജെനുവിനല്ല, പൈസ കൊടുക്കരുത്, തട്ടിപ്പുകളാണ്, ഇങ്ങനെ പരിപാടി ചെയ്യാൻ പറ്റില്ല. VFSൻ്റെ ഡേറ്റ് കിട്ടിയതുകൊണ്ട് പരിപാടി ചെയ്യാൻ പറ്റില്ല. ഇനി വിസ അടിച്ച് വരുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിസ, ശങ്കൻ വിസ ആയിരിക്കും. ചിരിച്ചുകൊണ്ട് ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ എടുത്ത് ഫിൻലാൻഡിൽ കയറി വരും. ഒരു കാര്യവുമില്ല, ജോലി ചെയ്യാനൊന്നും പറ്റില്ല. ഇനി അതുമല്ല, ഞാൻ പറഞ്ഞ ജെനുവിൻ തട്ടിപ്പിനെ പറ്റിയാണ് പറഞ്ഞത്. ചിലപ്പോൾ നിങ്ങൾക്കത് സീസണൽ വർക്ക് വിസ ആയിരിക്കും. അതായത് B പെർമിറ്റ് കിട്ടുന്ന ഒരു 3 മാസം 2 മാസം സ്ട്രോബെറി വരയ്ക്കുന്ന പരിപാടിയൊക്കെ ആയിരിക്കും. മനസ്സിലായോ? അതും നിങ്ങൾക്ക് ഒരിക്കലും ഇവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. പരിപാടി തീരുമ്പോൾ തിരിച്ചു പോകണം, ടെമ്പററി വിസയിൽ. മനസ്സിലായില്ലേ? അതും തിരിച്ചു പോകണം. അപ്പോൾ അവിടേക്ക് ഈ തട്ടിപ്പുകളുണ്ട്. അതിനെ പറ്റിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്, ജെനുവിൻ തട്ടിപ്പുകൾ കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഇവിടെ നല്ല രീതിക്ക് ജോലി കിട്ടി കരിയർ ബിൽഡ് ചെയ്യാന്നുള്ള പ്രതീക്ഷയോട് കൂടിയിരിക്കും ഫിൻലാൻഡിൽ വരുന്നത്. അതൊരിക്കലും പോസിബിൾ അല്ല ഇവരുടെ കേസിൽ. അതിനാണ് ഞാൻ അവിടെ പറയുന്നത്, നിങ്ങൾ ഫിൻലാൻഡിൽ കാലിവിടെ കുത്തിയാലും പരിപാടി പൊട്ടുന്ന പരിപാടിയായിരിക്കും, ജെനുവിൻ കേസ് ആയിരിക്കത്തില്ല. ശ്രദ്ധിച്ചോ? ഞാൻ സിമ്പിൾ, വെറും കോമൺ സെൻസ് ഞാൻ ചിന്തിക്കാം. എനിക്കിപ്പോൾ 1 ഏക്കർ സ്ട്രോബെറി പാടം ഉണ്ടെന്നിരിക്കട്ടെ. 3 മാസം അത് ഒന്ന് സ്ട്രോബെറി പറിക്കാനായിട്ട് എനിക്കൊരു 10 പേര് മതി. 10 പേര് വേണം. 3 മാസം കൊണ്ട് പറിച്ചാൽ 8 മണിക്കൂർ വെച്ച് 10 പേര് പറിച്ചു കഴിഞ്ഞാൽ 3 മാസം കൊണ്ട് സ്ട്രോബെറി തീരും. അപ്പോൾ ഞാൻ എന്ത് ചിന്തിക്കും, 10 പേർക്ക് വരെ 20 പേര് എടുത്താലോ, സർവീസ് ഫീ എനിക്ക് കൂടുതൽ കിട്ടും. അപ്പോൾ ഞാൻ വർക്ക് അവേഴ്സ് കട്ട് ചെയ്യും. 4 മണിക്കൂർ വെച്ചിട്ട് 20 പേര് എടുക്കും. പിന്നെയും കട്ട് കഴിഞ്ഞാൽ 10-40 പേരൊക്കെ ഇങ്ങനെ ബൾക്കായിട്ട് കൊണ്ടുവരുന്ന കേരളത്തിലൊരു ഏജൻസിയില്ല, വേറെ പല കൺട്രികളിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് എന്ന് പറയുമ്പോൾ സംഭവിക്കാൻ പോകുന്നത്, പട്ടിപ്പണിയെടുക്കുന്ന കുറച്ച് പേരെ 3-4 പേരെ നിർത്തിയിട്ട് ബാക്കിയുള്ളവരൊക്കെ ഫയർ ചെയ്യും. ഏറ്റവും കൂടുതൽ ലേ ഓഫും ഫയറിങ്ങും ഉള്ളൊരു കൺട്രിയും കൂടിയാണ് ഫിൻലാൻഡ് കേട്ടോ. അപ്പോൾ ജോലി പോയാൽ എന്താ ചെയ്യാൻ പറ്റുക? 1-2-3 മാസമേ കാണത്തുള്ളൂ B പെർമിറ്റ്. പിന്നെ മെജോറിറ്റി കേസിലും നിങ്ങൾക്ക് ദൈവം നല്ല ഭാഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വിസയുടെ പ്രോസസ്സിങ് തീരുന്നതിന് മുമ്പേ തന്നെ നിങ്ങളുടെ അടുത്തൊരു ജോലി ഇവിടെ തീരും കേട്ടോ. സ്പെഷ്യലിസ്റ്റ് കാറ്റഗറിയൊക്കെ ആണെങ്കിൽ സ്പീഡ് കിട്ടത്തുള്ളൂ. ഇതുപോലത്തെ കാറ്റഗറിയൊന്നും നമുക്ക് കിട്ടാൻ സാധ്യത കുറവാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയുള്ളൂ, ഇത് ഈവൻ ഫിൻലാൻഡിൽ എത്തിയാലും ജെനുവിൻ കേസുകളൊന്നും അല്ല ഇതൊക്കെ തട്ടിപ്പുകളാണ്. പിന്നെ ഏജൻസിനെ നിങ്ങൾക്ക് ബ്ലെയിം ചെയ്യാൻ പറ്റുമോ? ബ്രോ ജോലി പോയി, ഇനിയിപ്പോൾ എന്താ? ഇനി വേറൊരു കേസുണ്ട്, അത് വളരെ ജെനുവിനായിട്ടുള്ള വളരെ ബുദ്ധിപരമായിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഏതെങ്കിലും ഒരു എംപ്ലോയർ ഏതെങ്കിലും ഒരു ഏജൻസിക്ക് ഉണ്ടെന്നിരിക്കട്ടെ, ഈ പറയുന്ന ആരും ഈ ഏജൻസിയിലേക്ക് പൈസ കൊടുക്കുന്ന ഒരുത്തന്മാർക്ക് ഇൻ്റർവ്യൂവും കാണത്തില്ല, സ്കിൽ ടെസ്റ്റും കാണത്തില്ല, ലാംഗ്വേജ് അസസ്മെൻറ്റും കാണത്തില്ല, ഒന്നും കാണത്തില്ല. നിങ്ങൾക്ക് ആർക്കും വേണ്ടി ചറിഞ്ഞൂടെ ആയിരിക്കുമല്ലോ പൈസ കൊണ്ട് കൊടുക്കാൻ പോണാർക്കും. പറ്റിപ്പാണ്. അപ്പോൾ ഇവർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ബുദ്ധിപരമാണ് കേട്ടോ. അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഇപ്പം അവർ 1-2 പേരൊക്കെ കയറ്റി വിടത്തുള്ളൂ ആദ്യം. അപ്പോൾ അവരെ കയറ്റി വിട്ടിട്ട് ഇവിടെ വരും. റെസിഡൻറ്റ് പെർമിറ്റ് ഒക്കെ ആയിരിക്കും കേട്ടോ. ജോലിയൊക്കെ കിട്ടിയാൽ അടിപൊളിയായിട്ട് വരും. സംഭവം കാണുമ്പോൾ എല്ലാം നീറ്റ് ക്ലീൻ ആയിരിക്കും, എത്ര ബുദ്ധിമാനായിരുന്നെങ്കിലും. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുന്ന പറയുമ്പോൾ നിങ്ങളവർ ഇൻ്റർവ്യൂ എടുത്തിട്ടില്ല, സ്കിൽ ടെസ്റ്റ് എടുത്തിട്ടില്ല, ലാംഗ്വേജ് അസസ്മെൻറ്റ് എടുത്തിട്ടില്ല, ഒന്നും തന്നെ എടുത്തിട്ടില്ല. നിങ്ങളവർക്ക് അറിയാൻ പാടില്ല. ഏജൻസി ഓഫർ ലെറ്റർ അടിച്ച് തന്ന് വിസ കിട്ടിയെങ്കിൽ കയറി വന്നു. ഒരു 2 മാസമോ 3 മാസമൊക്കെ പ്രൊബേഷൻ പീരീഡ് നോക്കിയിട്ട് പറഞ്ഞു വിടും. ഏജൻസി അടുത്തവനെ കയറ്റി വിടും പൈസയും മേടിച്ചിട്ട്. ഇത് ഇങ്ങനെ ലൂപ്പായിട്ട് നടന്നുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് പിന്നെ ആരെ ബ്ലെയിം ചെയ്യാൻ പറ്റുമോ? ഏജൻസിക്കാരനെ ബ്ലെയിം ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് ബൊറോയ്ക്ക് കഴിവില്ല, പറഞ്ഞു വിട്ടു, സിമ്പിൾ. ഇതേ പറയുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ പരിപാടി നിങ്ങൾ മനസ്സിലാക്കുക. ഫിൻലാൻഡ് ജോലി കണ്ടുപിടിക്കാനായിട്ട് ജെനുവിൻ വേ എന്ന് പറഞ്ഞത് സ്വന്തം രീതിക്ക് അപ്ലൈ ചെയ്ത് കണ്ടുപിടിച്ച് എംപ്ലോയർ ഇൻ്റർവ്യൂ തന്ന് സ്കിൽ ടെസ്റ്റ് കഴിഞ്ഞ് ലാംഗ്വേജ് അസസ്മെൻറ്റൊക്കെ കഴിഞ്ഞിട്ടേ വരാൻ പറ്റുള്ളൂ. ലാംഗ്വേജ് അസസ്മെൻറ്റൊക്കെ വേണമെന്നുള്ള ജോബുകൾക്ക്. അതിന് ഒരേ ഒരു വഴിയേ ഉള്ളൂ, കുത്തിയിരുന്ന് അപ്ലൈ ചെയ്യുക. 8 മാസമോ 1 വർഷമൊക്കെ എടുക്കും ഇൻ്റർവ്യൂ കിട്ടാൻ. ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് ഇൻ്റർവ്യൂ മാത്രമേ പ്രതീക്ഷയുള്ള ജോബൊക്കെ പാടാണെന്നുള്ളത്. അതാണ് ജെനുവിനായിട്ടുള്ളൊരു വഴി. അല്ലാതെ ഇവിടെ ഒരു മാജിക്കോ കുന്നംകുളം ഏജൻസിക്ക് പൈസ കൊണ്ട് കൊടുത്തുകൊണ്ട് കിട്ടാൻ പോകുന്നില്ല കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ആദ്യമേ അങ്ങ് മനസ്സിലാക്കുക. ഇവിടുത്തെ അങ്ങനത്തെ ഒരു ഈസി വേ പരിപാടിയൊന്നും ഇവിടെ നടക്കാൻ യാതൊരു തരത്തിലും സാധ്യതയില്ല. അപ്പോൾ അത് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി. അപ്പോൾ ഇനി അടുത്ത് അവർ വിശ്വസനീയമാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളാണ് വെള്ള പേപ്പറിൽ എഴുതി ഒപ്പിട്ട് തരിക,
നമ്മുടെ സ്റ്റാമ്പ് പേപ്പറിൽ എഴുതി ഒപ്പിട്ട് തരിക എന്നൊക്കെ ഉള്ളത്. അപ്പം ചിലർ അങ്ങനെയും ചോദിക്കാറുണ്ട്, ബ്രോ സ്റ്റാമ്പ് പേപ്പറിലൊക്കെ എഴുതി ഒപ്പിട്ട് തരുന്ന ജെനുവിൻ പരിപാടി ബ്രോ ഇതെന്തിന് പറയണത്? എനിക്ക് നന്നായിട്ട് അറിയുന്നുള്ള ഫ്രണ്ടിൻ്റെ മാമൻ്റെ ഏജൻസി അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം ഒരു മനസ്സിലാക്കുക, നാട്ടിൽ ഇത്രയും ജോബ് തട്ടിപ്പുകൾ നടക്കുന്നവർക്കൊക്കെ ഇവർ വാട്സപ്പിൽ മണി റിസീവ്ഡ് എന്ന് പറഞ്ഞ തംസപ്പ് മാത്രമേ കൊടുത്തിട്ടുള്ളതാണ് നിങ്ങളുടെ വിചാരം? അവർ പേപ്പറിലൊക്കെ എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടാണ് കിടക്കുന്നത്. നിങ്ങളുടെ പൈസ വൺസ് പോയെന്ന് തന്നെ ഇരിക്കട്ടെ, ഏത് കാലത്ത് കിട്ടാനാണ്? നമ്മുടെ നാട്ടിലെ അവസ്ഥ നിങ്ങൾക്ക് അറിയാമല്ലോ, എന്നെ കഴിഞ്ഞു. ഞാനതിപ്പോൾ വന്നിട്ടേ ഉള്ളൂ, എനിക്കും അറിയാം വ്യക്തമായിട്ട്. പൈസ പോയാൽ കിട്ടാനൊന്നും പോണില്ല. പൈസ പോയി കിട്ടിയ ആരെങ്കിലും നിങ്ങൾക്ക് അറിയാമോ? എൻ്റെ ജീവിതത്തിൽ എനിക്കറിയാൻ പാടില്ല. ഏതെങ്കിലും ന്യൂസ് കണ്ടിട്ടുണ്ടോ? ഇല്ല. കുറേ പേരെ പൈസ പോകുമ്പം ഭയങ്കര ന്യൂസാവും, അങ്ങനെയും പിന്നെ പൈസ ഒന്നും കിട്ടില്ല, അവൻ രാജ്യം വിട്ടു കാണും. അപ്പോൾ അതുകൊണ്ട് പേപ്പറിൽ എഴുതി തന്നാലും ഇനിയിപ്പോൾ അവൻ്റെ കൈ മുറിച്ച് രക്തത്തിൽ എഴുതി തന്നാൽ പോലും തട്ടിപ്പാണെന്ന് വെച്ചാൽ അത് കംപ്ലീറ്റ്ലി തട്ടിപ്പാണ്. അങ്ങനത്തെ പരിപാടി ഫിൻലാൻഡിൻ്റെ കേസിലല്ല, മിക്ക കൺട്രികളുടെ കേസിലും നടക്കത്തില്ല. വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കൂടി ഞാൻ പറയാം. ഇപ്പം ഞാൻ ഓൾറെഡി എൻ്റെ ഇതിലൊക്കെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനൊരു ഇൻഫ്ലുവൻസറോ അങ്ങനെ കണ്ടൻറ് ക്രിയേറ്റർ ഒന്നും പറയാൻ ആഗ്രഹിക്കുന്ന മനുഷ്യനൊന്നുമല്ല. ഞാൻ ജസ്റ്റ് കാര്യങ്ങൾ ഇടുന്നു മാത്രമേ ഉള്ളൂ. ഏതെങ്കിലും കുറച്ച് പേര് ഇൻസ്റ്റാഗ്രാമിൽ വന്ന് 1K അല്ലെങ്കിൽ 100K മില്യൺസ് ഓഫ് ഫോളോവേഴ്സ് അടിച്ച് അവർ പറയുന്ന ഏതെങ്കിലും സാധനം നിങ്ങൾ സത്യസന്ധമായിട്ട് അങ്ങ് മേടിച്ചങ്ങ് ഉപയോഗിക്കും, അല്ലെങ്കിൽ ഏജൻസിയിൽ പോവും. എത്ര ഇൻഫ്ലുവൻസേഴ്സിനെ പിടിച്ചിരിക്കുന്നു തട്ടിപ്പിൻ്റെ കേസിൽ? അത് നിങ്ങളിപ്പോൾ മനസ്സിലാക്കുക. ഈ പറയുന്ന ഞാൻ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞ ഏത് വീഡിയോയും ചലഞ്ചായിട്ട് തന്നെ എടുത്തോളൂ. വീഡിയോയിൽ പറഞ്ഞ ഏത് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇൻ്റർനെറ്റിലോ മറ്റു മീഡിയസിലോ നോക്കാം. യാതൊരു തരത്തിലും ഡേറ്റിലും പൈസയിലൊക്കെ കുറച്ച് വ്യത്യാസങ്ങൾ വരും, അല്ലാണ്ട് യാതൊരു കാര്യത്തിലും അതിലൊന്നും ഒരു തെറ്റ് വരാനായിട്ട് യാതൊരു സാധ്യതയുമില്ല. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾക്ക് നോക്കാം, അതിനകത്തോട്ട് കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, നിങ്ങൾക്ക് പേപ്പറിൽ എഴുതി തന്നാലും സ്റ്റാമ്പ് പേപ്പറിൽ എഴുതി തന്നാലും എന്തിലെഴുതി തന്നാലും പൈസ പറ്റിക്കേണ്ടവന്മാർ പറ്റിച്ചുകൊണ്ട് പോകും. ഇനി വരാനായിട്ടുള്ളൊരു സാധ്യത നിലവിലിവിടെ ഇല്ല. ഇനി കേരളത്തിലെ ഞാൻ ഫിൻലാൻഡിലേക്ക് വരുന്ന സാഹചര്യത്തിൽ ഇനി എങ്ങനെ ഫിൻലാൻഡിലേക്ക് ജെന്യൂൻ പരിപാടി ഉണ്ട് കേട്ടോ. ഞാൻ അവസാനം പറയാം. ഒന്ന് നിങ്ങൾ സ്വന്തമായിട്ട് ജോലി കണ്ടെത്തുന്നതാണ് ജെന്യൂൻ ആയിട്ടുള്ളത്. ഇനി അല്ലാതെ ഒരു ജെന്യൂൻ കേസുണ്ട്, ഞാൻ അവസാനം പറയാം. ഞാൻ ഫിൻലാൻഡിൽ വരുന്നതിന് മുമ്പായിട്ട് ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരു 300ഓളം ഏജൻസികൾ വിളിച്ചിട്ടുണ്ട്. ചുമ്മാ ഞാൻ തള്ളി പറഞ്ഞതല്ല, ഏതാണ്ട് ഒരു 300ഓളം ഏജൻസികളെ ഞാൻ വിളിച്ചിട്ടുണ്ട്, ഓൾ ഇന്ത്യ ലെവലിൽ, പിന്നെ മൊത്തത്തിൽ കേട്ടോ. അപ്പോൾ ഇത്രയും ഏജൻസികൾ വിളിച്ചതിൽ വളരെ സത്യസന്ധമായിട്ട്, വളരെ പ്രൊഫഷണലായിട്ട്, വളരെ കൃത്യതയോടുകൂടി, അടിപൊളിയായിട്ട് പച്ചക്കള്ളം മാത്രം പറയുന്ന ഒരേ ഒരു ഏജൻസിയെ ഞാൻ കണ്ടിട്ടുള്ളൂ. വാ തുറന്ന പ്രൊഫഷണലായിട്ട് കള്ളത്തരം മാത്രമേ പറയുള്ളൂ. ഇത്രയും വൃത്തികെട്ട ഒരു ഏജൻസി എൻ്റെ കരിയർ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ചുമ്മാ പറയണതല്ല, പേര് പറയുന്നില്ല. ഞാൻ പലപ്പോഴും ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ട്, പ്രമുഖ ഏജൻസി, പ്രമുഖ സ്ഥാപനം, പ്രമുഖ നടൻ, പ്രമുഖ നടിയെന്നേ പറയത്തുള്ളൂ, ഒരു പേര് പറയത്തില്ല. അപ്പോൾ ഞാൻ വിചാരിക്കുമ്പോൾ എന്ത് പേര് പറയത്തത്? എനിക്കൊന്നും നിയമപരമായിട്ട് അവർ പറ്റിച്ചതിനുള്ള തെളിവുകൾ എൻ്റെ അടുത്ത് തരാനില്ല, എന്നെ പറ്റിച്ചിട്ടുമില്ല. അപ്പോൾ പിന്നെ എനിക്ക് അവൻ്റെ പേര് ഡയറക്റ്റ് പറയുന്നതിൽ നിയമപരമായിട്ടൊക്കെ ബുദ്ധിമുട്ട് വരും എന്നുള്ളതുകൊണ്ടായിരിക്കും മറ്റേ മീഡിയാസൊന്നും പറയാത്തത്. അതുകൊണ്ട് ഞാനെനിക്ക് ഇവിടെ ഡയറക്റ്റ് പേര് പറയുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഞാനൊരു ക്ലൂ തരാം നിങ്ങൾക്ക്. ഇത്രയും വൃത്തികെട്ടൊരു ഏജൻസി എൻ്റെ കരിയറിൽ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ പ്രൊഫഷണലായിട്ട് കള്ളേ പറയത്തുള്ളൂ. കള്ളമെന്ന് വെച്ചാൽ വെറും കള്ളം എന്ന് പറയുമ്പോൾ ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇപ്പം ചില ഏജൻസികൾ എന്താണ്, സത്യത്തിന് അങ്ങ് പതുക്കെ മൂടി വയ്ക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സ്റ്റേ ബാക്കിന് ഫണ്ട് കാണിക്കണമെന്ന് ചോദിക്കുമ്പം വേണ്ടെന്നാണ് തോന്നുന്നത്, അങ്ങനെ പതുക്കെ അങ്ങ് മൂടി വയ്ക്കും. പക്ഷേ ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചക്കള്ളേ പറയത്തുള്ളൂ, വെറും കള്ളം, പച്ചക്കള്ളേ പറയത്തുള്ളൂ. ഇത്രയും വൃത്തികെട്ടൊരു ഏജൻസിൻ്റെ കരിയറിൽ ഞാൻ കണ്ടിട്ടില്ല. ഇംഗ്ലീഷ് ആൽഫബറ്റിലെ യുവിലാണ് ഇവരുടെ പേര് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ യു വഴിയാണ് നിങ്ങൾ പ്രോസസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മലയാള ആൽഫബറ്റ് ഉ ആയിപ്പോവും കേട്ടോ. അതിന് ഞാൻ ഗ്യാരണ്ടി, ഒരു സംശയവും വേണ്ട. ഈ യു വഴി ഉ ആയവർ ഒരുപാട് പേരുണ്ട് സോഷ്യൽ മീഡിയയിലും ഇതിലൊക്കെ, എനിക്കറിയാവുന്ന ഒരുപാട് പേരുണ്ട്. 110% ആയിപ്പോവും, 110% നിങ്ങളായിപ്പോവും. ഇനി രണ്ടാമതൊരു ഏജൻസി ഉണ്ട്, എനിക്ക് വ്യക്തിപരമായ അനുഭവമുള്ള ഏജൻസിയാണ് കേട്ടോ. ജോബ് തട്ടിപ്പാണ് ഇവരുടെ പരിപാടി. അപ്പോൾ എനിക്കൊരാൾ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ്, ബ്രോ ഇങ്ങനെയാണ്, പുള്ളി കുറച്ച് വിഷമമൊക്കെ പറഞ്ഞു. എൻ്റെ ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും സഹായം ചോദിച്ചാൽ ചെയ്തില്ലെങ്കിൽ പിന്നെ ഉറക്കം വരില്ല. അപ്പോൾ ഞാനെന്ത് ചെയ്തു, പുള്ളിയെ തന്നല്ലേ വിളിച്ചു നോക്കാം. ഒരു നിമിഷം ഞാനും ആഗ്രഹിച്ചു, ഇനി എങ്ങാനും ഉണ്ടോ ബിരിയാണി കിട്ടിയാലെന്ന് വെച്ചാൽ ഞാനും വിളിക്കുന്നത് കേട്ടോ. എനിക്ക് വിളിച്ച് 5 മിനിറ്റ് പോലും കഴിഞ്ഞില്ല, 2-3 മെസ്സേജ് അയച്ചപ്പോൾ തന്നെ കാര്യം പിടി കിട്ടി തട്ടിപ്പാണെന്നുള്ളത്. അപ്പോൾ ഇവർ ഡ്രൈ ഫ്രൂട്ട് പാക്കിങ്, ഫിൻലാൻഡിലേക്ക് ഡ്രൈ ഫ്രൂട്ട് പാക്കിങ്, ഒരു ബാച്ചിലൊക്കെ 30 വരെ കയറ്റി വിടുന്നത്, മാസം 30 വരെ ഇവർ കയറ്റി വിടുന്നത് ഡ്രൈ ഫ്രൂട്ട് പാക്കിങ് ഫിൻലാൻഡിലേക്ക്. അപ്പോൾ ഇവർ ഞാൻ വിളിച്ചപ്പോഴത്തേക്കിന് അത് ഞാൻ പറയും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, നമുക്ക് ചെയ്യാം. അപ്പോൾ ഒരു എങ്ങനെയാണ് സാർ, ഞാൻ ക്വാളിഫിക്കേഷൻ കൊടുത്തു. ഞാൻ പറഞ്ഞ ആവശ്യത്തിലധികം എനിക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ട്, എടുത്താൽ പോകത്തില്ല. ബാച്ചിലേഴ്സ്, മാസ്റ്റേഴ്സ്, ഡിപ്ലോമ, മറ്റു ബ്ലാ കുറേ ഉണ്ട്, 10-40ഓളം സർട്ടിഫിക്കേഷൻ. സാറേ ഡിഗ്രി ഉണ്ടെങ്കിൽ പറ്റത്തില്ല. ഞാൻ കുഴപ്പമില്ല, 10ാം ക്ലാസ് ഉണ്ടെന്ന് വെച്ചോ, 10ാം ക്ലാസ്സും കുസ്തിയും, എനിക്ക് ആ ജോലി വേണം എങ്ങനെയെങ്കിലും.
ഓക്കെ, സാർ എവിടെയാണ്? ഞാൻ പറഞ്ഞു ഫിൻലാൻഡിലാണ്, അണ്ടർസെറ്റ് വർക്ക് പെർമിറ്റ് ഉണ്ട്, ജോലി മാത്രം തന്നാൽ മതി. പക്ഷേ നിങ്ങൾ ചോദിക്കും സർവീസ് ചെയ്ത് തരാം. സാറേ ഫിൻലാൻഡിലാണെങ്കിൽ പറ്റത്തില്ല. കാരണം എന്താ അറിയുമോ, നിങ്ങൾ നാട്ടിലല്ലേ ഇരിക്കണേ സാറേ, നിങ്ങളുടെ ഡോക്യുമെൻറ്റ് ഫോർവേഡ് ചെയ്യാൻ 1 ലക്ഷം, VFS ഡേറ്റ് എടുത്ത് 1 ലക്ഷം, VFS ഡേറ്റ് എടുത്ത് 1 ലക്ഷം കൊടുക്കുന്നവരുണ്ട്, 5000 രൂപയുള്ളൂ. പറ്റിക്കപ്പെടാനാണെങ്കിലും 5000 രൂപയിൽ പറ്റിക്കപ്പെടുക, 1 ലക്ഷം കൊടുത്ത് പറ്റിക്കപ്പെടരുത്. 1 ലക്ഷം അതിന് പരീക്ഷ മേടിക്കാൻ പറ്റത്തില്ല, കാരണം ഓൾറെഡി ഞാനിവിടെ കെട്ടി കിടക്കുമല്ലേ. അപ്പോൾ അത് തട്ടിപ്പാണെന്ന് മനസ്സിലായി. ഡ്രൈ ഫ്രൂട്ട് പാക്കിങ്, ഈ ഏജൻസി സ്റ്റഡി അബ്രോഡിൻ്റെ കാര്യത്തിലൊക്കെ നല്ല ഏജൻസിയാണെന്ന് ഞാൻ ആ വിളിക്കുന്ന മൊമെൻ്റ് വരെയും വിശ്വസിച്ചുകൊണ്ടിരുന്നൊരു ഏജൻസിയാണ് കേട്ടോ. അപ്പോൾ ഇവർ ജോബ് വേറെ കൺട്രിക്ക് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഫിൻലാൻഡിൻ്റെ കേസിൽ ഇവർ ജോബ് വിസയ്ക്ക് സ്കാം ചെയ്യുന്നുണ്ട് എങ്കിലും ഇവരുടെ പേര് ഫിൻലാൻഡുമായിട്ട് ബന്ധമില്ല, വേറൊരു രാജ്യത്തിൻ്റെ പേരുമായിട്ട് ബന്ധമുണ്ട്. അതിലൊരു ഇലയൊക്കെ ഉണ്ട് ലോഗോയിൽ, വൈറ്റ് ആൻഡ് റെഡ് കളറൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇവർ പച്ച തട്ടിപ്പാണ് കേട്ടോ നടത്തുന്നത്, വെറും വൃത്തികെട്ട തട്ടിപ്പ് കേട്ടോ. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളൊരു തട്ടിപ്പിന് ഇരയായാലും ഒരു അന്തസ്സ് വേണം. ഇപ്പം നിങ്ങളൊരുത്തം പറ്റിച്ചു, നിസ്സാര കാര്യമൊക്കെ പറഞ്ഞ് പറ്റിച്ചു, വെറും നടക്കരുത്. വളരെ പ്രൊഫഷണലായിട്ട് വളരെ വൃത്തിക്ക് പറ്റിക്കുമ്പോൾ നമുക്കൊരു സമാധാനമുണ്ട്. ഇത്രയും വൃത്തിക്കാണല്ലോ നമ്മളെ പറ്റിച്ചുകൊണ്ട് പോയത്. ഇത് വെറും വൃത്തികെട്ട പറ്റിപ്പള്ളൊന്നും ചെന്ന് വിടരുത്, ദയവ് ചെയ്ത്. വെറും നടക്കേട്. പ്രത്യേകിച്ച് എൻ്റെ ഫോളോവേഴ്സ് ആരും ചെന്ന് വിടരുത് ഇങ്ങനത്തെ കൂതറ പറ്റിപ്പള്ളൊന്നും കേട്ടോ. അപ്പോൾ ഈ 2 ഏജൻസികളുടെ പേര് നിങ്ങൾക്ക് ഉറപ്പായിട്ട് മനസ്സിലായി കാണും. 100% ഉറപ്പ് ഈ ഏജൻസികളുടെ പേര് നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായി കാണും. ആരും കമൻറ്റ് ചെയ്ത് എനിക്കത് ചിലപ്പോൾ ഡിലീറ്റ് ചെയ്യേണ്ടി വരും. സാധാരണ കമൻറ്റൊന്നും ഡിലീറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടാത്തൊരു മനുഷ്യനാണ് ഞാൻ. അതുകൊണ്ട് ആരും പേരൊന്നും കമൻറ്റ് ചെയ്യേണ്ട, സ്വന്തമായിട്ട് അങ്ങനെ ഇരിക്കട്ടെ നിങ്ങളുടെ മനസ്സിൽ. അപ്പോൾ അങ്ങനെയാണ് ഇത്. ഇനി ഇതൊക്കെ പുറമെ എല്ലാ കൺട്രികൾക്കും ഒരു XYZ സിനാരിയോ കാണും അല്ലേ. അപ്പം നിങ്ങൾ ചെന്ന് ചിന്തിക്കും, എന്താ ബ്രോ നമുക്ക് അല്ലാണ്ട് ജെന്യൂൻ കേസൊന്നും ഇല്ലേ? ഉണ്ട്. എങ്ങനെയാണ് ജെന്യൂൻ കേസ്? ഇപ്പം ഞാൻ ഇവിടെ ഒരു കമ്പനി തുടങ്ങുകയാണ്, IT കമ്പനിയോ, അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ഏഷ്യൻ സ്റ്റോർ തുടങ്ങുന്നു, അതായത് ഗ്രോസറി സ്റ്റോർ തുടങ്ങുന്നു. അപ്പോൾ എനിക്കിവിടെ ഒരു 2 പണിക്കാരെ വേണം. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കും, എനിക്കിവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് കുറച്ചധികം പൈസ ആയിട്ടുണ്ട്. അപ്പോൾ ഫിൻലാൻഡിൽ നിന്ന് ഒരുത്തിനെ എടുത്താൽ പെട്ടെന്നൊന്നും എനിക്ക് ആ ഇൻവെസ്റ്റ്മെൻറ്റ് അങ്ങനെ മുതലാവത്തില്ല. ജെന്യൂൻ കേസാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഒന്നുകിൽ ഏതെങ്കിലും ഏജൻസിനെ ടൈപ്പ് ചെയ്തിട്ട് പറയും എനിക്കൊരു 2 പേരെ വേണം. അപ്പോൾ 2 പേരെ വേണം, നിങ്ങൾ സർവീസ് മേടിച്ചിട്ട് നമുക്കിങ്ങനെ ഡീൽ ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഒരു 5 ലക്ഷം മേടിക്കുന്നു, നിങ്ങളൊരു 2 എടുത്തോ, 3 എനിക്ക് വേണം, അങ്ങനെ ഞാൻ ഡീൽ ചെയ്യും. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യും, എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് കുറേ പോയിട്ടുണ്ട്, അതിലേക്ക് വേണ്ടി കുറച്ചൊന്ന് ബാലൻസ് ആവുകയും ചെയ്യും. 2 പേർക്ക് ജെന്യൂനായിട്ട് എനിക്ക് ജോലി കൊടുക്കാനും പറ്റും, പൈസ മേടിച്ചിട്ട്. സാധനം കിട്ടിയാൽ അത് പൈസ മേടിക്കുന്നൊക്കെ പുറത്ത് വെച്ചായിരിക്കും, ഇവിടെ ഒരു പരിപാടി നടക്കത്തില്ല ഫിൻലാൻഡിൻ്റെ അകത്ത് വെച്ചിട്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു കേസ്. അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ വലിയ IT കമ്പനിയൊക്കെ തുടങ്ങുന്ന വലിയ CEO ഒക്കെ ഫ്യൂച്ചറിലാവുകയാണെന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അങ്ങനെയൊക്കെയുള്ള കുറച്ച് XYZ പരിപാടികളാണ്. പിന്നെയും നമുക്ക് പൈസ മേടിച്ചിട്ടുള്ള ജെന്യൂൻ കാറ്റഗറി എന്ന് പറയുന്നത്. അത് ഒരിക്കലും 30 പേരെ പോസ്റ്റൊക്കെ വെറും തള്ളു കേട്ടാ, വെറും തള്ളു. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ വിളിക്കുന്ന കൺസൾട്ടൻറ്റ് ചിലപ്പം അവരായിരിക്കില്ല, അവരുടെ മുകളിലുള്ളവനായിരിക്കും ചിലപ്പോൾ അറിയാമെന്നുള്ള തട്ടിപ്പ്. അതിൽ ഫ്രീലാൻസുകാരൻ കുന്നംകുളത്തിരുന്നുകൊണ്ട് ഇത് അടിച്ചു കൊണ്ടിരിക്കുന്ന അവൻ്റെ ഒരു കണക്ഷൻ കാണുമല്ലോ ഫിൻലാൻഡിൽ ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ, അവൻ വലിയ തട്ടിപ്പായിരിക്കും. ഇവൻ അതിനെപ്പറ്റി അറിയാൻ പാടില്ലായിരിക്കും. മനസ്സിലായ? ഈ വിസിറ്റ് വിസയ്ക്കൊക്കെ ഇവിടെ കയറി വന്നിട്ട് ഒരു പരിപാടി നടക്കില്ല. മറ്റു പരിപാടിയാണെങ്കിൽ ഒരു പരിപാടി നടക്കില്ല. നിങ്ങളൊരു ജെന്യൂൻ എംപ്ലോയറെ കണ്ട് ഇൻ്റർവ്യൂ ചെയ്ത് വാല്യൂറ്റ് ജോലി എടുത്താലേ പറ്റുള്ളൂ. നല്ല സമയമെടുക്കും. പൂ പറിക്കും പോലെ ഒരു എളുപ്പ വഴിയില്ല. അപ്പോൾ ഇങ്ങനെയാണ് ജെന്യൂൻ കേസിന് ഞാൻ പറ്റി സംസാരിച്ചല്ലോ. സ്വന്തമായിട്ട് കൊണ്ടുവരുന്ന ഒരാൾക്കാരൊക്കെയാണ് ജെന്യൂൻ എന്ന് പറയാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനൊരു ഓപ്ഷനും നിലവിൽ ഇവിടെ ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ ഈവൻ ഏഷ്യൻ സ്റ്റോറിലാണെങ്കിൽ പോലും ജോബ് മാർക്കറ്റ് അസസ്മെൻ്റ് ഉണ്ട്. ഫിനിഷിൽ വേറൊരു വാക്കാണ്, എനിക്കറിയില്ല. ഇപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവർ നോക്കും, ഇവൻ എന്തിനാണ് പുറത്തുനിന്ന് എടുക്കുന്നത്, ഈ ഒരു സ്കില്ലുള്ള ആൾ ഫിൻലാൻഡിലില്ലേ അൺഎംപ്ലോയിഡായിട്ട്. 110% ഉറപ്പായിട്ട് എല്ലാ കാറ്റഗറിയിലുള്ള ഒരു അൺഎംപ്ലോയിഡ് അവിടെ, PhD മുതൽ താഴെ വരെയുള്ളവർ ഇവിടെ അൺഎംപ്ലോയിഡാണ്. അപ്പോൾ ഒരു പിന്നെ എന്തിനാണ് പുറത്തുനിന്ന് എടുക്കണേ? അത് പറ്റില്ല. ഈവൻ അത് ജെന്യൂൻ കേസാണെങ്കിൽ പോലും ആപ്ലിക്കേഷൻ റിജക്ഷൻ വരാനാണ് സാധ്യത കൂടുതൽ. കണ്ടോ, ഞാൻ 100% അവനെ കൊണ്ടുവരാൻ നിൽക്കുക. പക്ഷേ ഇവിടെ ജോബ് മാർക്കറ്റ് അസസ്മെൻ്റ് ഉള്ളതുകൊണ്ട് മിക്ക ജോലി ഇവിടെ അങ്ങനത്തെ ഉള്ള ജോലികൾക്കൊക്കെ ജോബ് മാർക്കറ്റ് അസസ്മെൻ്റ് ഉണ്ട്. റെസ്റ്റോറൻറ്റ്, ക്ലീനർ, അങ്ങനെയൊക്കെ ഉള്ളതിനൊക്കെ സൂപ്പർ മാർക്കറ്റിനൊക്കെ അസസ്മെൻ്റ് ഉണ്ട്. നമുക്കത് റിജക്ഷൻ വരാനാണ് സാധ്യത. ഈവൻ അത് 100% ജെന്യൂൻ ആണെങ്കിൽ പോലും. വ്യക്തമായില്ലേ? അപ്പോൾ അത് തട്ടിപ്പുകളൊന്നും നിങ്ങൾ ചെന്ന് വീഴാതിരിക്കുക. ഇത്രയും ഞാൻ പറഞ്ഞു, ഇങ്ങനെ കുറേ തട്ടിപ്പുകളുണ്ടെന്നൊക്കെ. എന്തെങ്കിലുമൊക്കെ ഞാൻ മിസ്സായി പോയിട്ടുണ്ടായിരിക്കും, ഞാൻ അതൊക്കെ കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ഞാൻ ഈ വീഡിയോ കാണുന്ന ആൾക്കാരുടെ അടുത്ത് പറയുകയാണ്, ഫിൻലാൻഡിലുള്ളവരടുത്താണ് ഞാൻ ഈ പറയുന്നത്. ആരെങ്കിലും ഒരാളെങ്കിലും ഫിൻലാൻഡ് കാണുന്നുണ്ടായിരിക്കും. 2000 യൂറോ 3000 യൂറോയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ 4000 യൂറോ ജോലി, സാലറിയുള്ള ജോലിയാണ് ഫിൻലാൻഡിൽ നാട്ടിലുള്ളവർ ഓഫർ ചെയ്യുന്നത്. 4000 യൂറോ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3500 കൂടുതൽ മതി നമുക്ക് സ്പെഷ്യലിസ്റ്റ് കാറ്റഗറി ആയിട്ട്, അല്ലെങ്കിൽ ഈ യൂറോപ്യൻ ബ്ലൂ കാർഡ് എടുക്കാം. 3500 കൂടുതൽ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. 4000 യൂറോയ്ക്ക് സാലറി എന്ന് പറയുമ്പോഴേ വിട്ടോളുക. 110% അതൊക്കെ തട്ടിപ്പുകളാണ്. 4000 യൂറോയുള്ള സാലറി ഒന്നും ഇവിടെ അങ്ങനെ പെട്ടെന്നൊന്നും കിട്ടില്ല, അതും കയറി വരുന്ന സമയത്തിലൊക്കെ. ഇവിടുത്തെ ബേസിക് സാലറി ഒന്നും അത്രയൊന്നും ഇല്ല, അത് നിങ്ങൾ മനസ്സിലാക്കുക. ഈ ജോലിയില്ലാതെ ഫിൻലാൻഡിൽ ഇരിക്കുന്ന എന്നെ പോലുള്ള ഒരുപാട് പേര് കാണും വീഡിയോ കാണുന്നത്.
അവരൊക്കെ മനസ്സിൽ പൊട്ടിച്ചിരിക്കുന്നുണ്ടായിരിക്കും. 2000 യൂറോ കൊടുത്തിട്ട് 4000 യൂറോ ഉള്ള ജോലിക്ക് 3 വർഷത്തെ കോൺട്രാക്റ്റിലൊക്കെ നാട്ടിൽ നിന്ന് ഏജൻസികൾ കൊണ്ടുവരാൻ നിൽക്കുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ കേട്ടോ. അപ്പോൾ അതൊക്കെ തട്ടിപ്പാണ്. നിങ്ങൾ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ എങ്ങനെയാണോ കണ്ടെത്തി അതുപോലെ വേറെ ആൾക്കാരെ കണ്ടെത്താൻ ആരെടുത്ത് വേണം ചോദിക്കുക അവിടുത്തെ ജോബിൻ്റെ അവസ്ഥകളും മറ്റു അവസ്ഥകളൊക്കെ, എന്നിട്ട് മാത്രം ഒരു ഡിസിഷൻ എടുക്കുക. ഇപ്പോഴും ഞാൻ പറയുന്നു, ആരെയും ഇപ്പോൾ എൻ്റെ വീഡിയോ കണ്ടതുകൊണ്ട് നിങ്ങൾ ഡിസിഷൻ എടുക്കുകയോ തീരുമാനം എടുക്കേണ്ട, നിങ്ങൾ എല്ലാവരെയും നോക്കി ക്രോസ് വെരിഫൈ ചെയ്യുക. അപ്പോൾ അങ്ങനെയാണ്. ഇനി ഞാൻ പിന്നെയും ഈ വീഡിയോ കാണുന്ന അവസാനം കൂടെ ഒന്ന് കൺക്ലൂഡ് ചെയ്യുകയാണ്. ആർക്കെങ്കിലും ധൈര്യമായിട്ട് പറയാൻ പറ്റുകയാണ്, ഇല്ല ബ്രോ പറഞ്ഞതിലൊക്കെ പൂർണ്ണമായും തെറ്റുകളുണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ തെറ്റുണ്ട്, ഞാൻ വർക്ക് ചെയ്യുന്ന ഏജൻസി ഇതാണ്, ഇവർ കൃത്യമായിട്ട് കയറ്റി ആൾക്കാർ വിടുന്നുണ്ട്, ഇത്ര രൂപയാണ്, ഇത്ര സാലറി ഉള്ള കോൺട്രാക്റ്റൊക്കെയാണ് എന്ന് പറയാനുണ്ടെങ്കിൽ, ഏജൻസിക്കാർ പറഞ്ഞാൽ നമുക്കറിയാമല്ലോ തട്ടിപ്പായിരിക്കും പൈസ പോകാനായിട്ട്. അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയക്കും, ഞാൻ എടുക്കാം. അത് ജെന്യുവനാണെന്ന് നിങ്ങൾ എന്നെ കൺവിൻസ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഫസ്റ്റ് ഞാൻ എടുക്കാം. നിങ്ങൾക്ക് എത്ര പിള്ളേരാണെങ്കിലും ഞാൻ തരാം. എനിക്ക് പറഞ്ഞാൽ എനിക്കിവിടെ ഒരുപാട് ഫ്രണ്ട്സുണ്ട് ജോലിയില്ലാത്ത, 2000-3000 യൂറോ എടുത്ത് കഴിഞ്ഞാൽ 4000 യൂറോയുടെ ജോലിയുള്ള ഏജൻസികളുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കൂ. അതുകൊണ്ട് അവർ കാണുന്നവർ നിങ്ങൾ ഇതൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. അവരെനിക്ക് മെസ്സേജ് ചെയ്യട്ടെ, ഞാൻ ആ ജോലി എടുക്കും. കാരണം എനിക്കിവിടെ ജോലിയില്ല, എനിക്കറിയുന്നുള്ള ഒരു ഫ്രണ്ട്സിനും ഇവിടെ നല്ലൊരു ജോലിയില്ല. അപ്പോൾ എല്ലാവരും എനിക്ക് സഹായിക്കാനും പറ്റും. സഹായിക്കാൻ വളരെ ആഗ്രഹമുള്ള മനുഷ്യനാണ് ഞാൻ. അപ്പോൾ അങ്ങനെ നിങ്ങൾ എന്നെ കൺവിൻസ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യൂ. അപ്പോൾ അതും കൂടെ പറഞ്ഞിട്ട് നിർത്തുകയാണ്. എൻ്റെ ഫോളോവേഴ്സിൽ ഒരുത്തം പോലും ദയവ് ചെയ്ത് തട്ടിപ്പിടുന്ന ചെന്ന് വിടല്ലേ. അതെനിക്കും കൂടെ ഒരു ക്ഷീണമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെന്ന് വിടരുത്. നമുക്കങ്ങനെ പൂ പറിക്കുന്ന ഒരു ഓപ്ഷനും ഇല്ല. നിലവിൽ ഫ്യൂച്ചറിൽ പൂ പറിക്കുന്ന ഓപ്ഷൻ വരികയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. അപ്പോൾ ഇത്രയും വീഡിയോയിൽ പറയാനുള്ളൂ. എന്തെങ്കിലുമൊക്കെ മിസ് ചെയ്തിട്ടുണ്ടായിരിക്കും, ഞാനത് കമൻറ്റ് ചെയ്യുകയോ എന്താണെന്ന് വെച്ച് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനിയും ഡൗട്ടുണ്ട്, ഈ വീഡിയോ ഞാൻ ഇപ്പോഴും പറയുന്നു, ഈ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടതിന് ശേഷം മാത്രമേ മെസ്സേജ് അയക്കാവൂ ഇനി ഇൻസ്റ്റാഗ്രാമിൽ ഈ ഒരു സ്കാമിനെ പറ്റിയിട്ട്. കൊണ്ട് പൈസ കൊടുക്കരുത് കേട്ടോ. തൊണ്ടയൊക്കെ പറ്റി ഈ വീഡിയോ പൂർണ്ണമായിട്ടിരുന്ന് കാണാൻ ശ്രമിക്കുക. കൂട്ടുകാരന്മാരൊക്കെ പൈസയെ കൊടുത്ത് ചിരിച്ചുകൊണ്ടിരിക്കണമായിരിക്കും, അവർക്ക് അയച്ചു കൊടുക്കുക. പറ്റുമെങ്കിൽ തിരിച്ചു മേടിക്കാൻ പറയുക, പടം പൊളിയും. അപ്പോൾ എല്ലാവർക്കും നമ്മൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഒരു ബൈ. ഞാൻ ഈ വീഡിയോ കണ്ടതിന് പൂർണ്ണമായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു താങ്ക്സ് ഉണ്ട്. ഇതൊക്കെ കണ്ട് നിങ്ങൾ അവെയർ ആകുക. നിങ്ങളുടെ കറക്റ്റ് റിസർച്ചിൻ്റെ ഫലമായിട്ടായിരിക്കും യൂട്യൂബിൽ ഇത് റെക്കമെൻഡേഷനിലോ എവിടെയെങ്കിലുമൊക്കെ എത്തിയത്. അപ്പോൾ അത് വളരെ നല്ല തീരുമാനമാണ്. ഇതിൽ എത്ര പേര് പൈസ കൊണ്ട് കൊടുത്തെന്നോ പോയിട്ടുണ്ടെന്നൊന്നും അറിയില്ല. പൈസ കൊടുത്ത് പോയിട്ടുണ്ടെങ്കിലൊന്ന് ദയവ് ഇത് കമൻറ്റ് ചെയ്യുക. ചിലപ്പോൾ നിങ്ങളൊരു കമൻറ്റ് വേറെയുള്ളവർക്ക് ഉപകരിക്കും. ഒരു 10, 15, 20, 25 വർഷം മുമ്പൊക്കെ ഫിൻലാൻഡിൽ പൈസ കൊടുത്ത് വന്ന കേസുകളാണെങ്കിൽ പിന്നെയും പൊട്ടെന്ന് വയ്ക്കാം. ഇനി ഇതിനകത്തൊക്കെ എക്സെപ്ഷണൽ കേസുകളുണ്ട്. ഹെൽത്ത് കെയറിൽ നിൽക്കുന്ന നേഴ്സുമാർ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളവർ, അവരെ പറ്റിയൊന്നും നമ്മൾ ഈ കാറ്റഗറിയിൽ കൊണ്ടുവരുന്നില്ല. അവർക്കൊക്കെ വേറെ സോണാണ്. അവർക്കൊക്കെ എല്ലാ കൺട്രിയിലും ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ അത് വെച്ച് ഒരിക്കലും നമുക്ക് ബാക്കിയുള്ള ഫീൽഡൊന്നും ഇവിടെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. അവരെ പൂർണ്ണമായി നമ്മൾ ഈ വീഡിയോ മാറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. അവരൊന്നും നമുക്ക് ഇതിനകത്തോട്ടില്ല. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ എല്ലാവർക്കും